പടവല ചേട്ടന്റെ കളിയാക്കൽ കേട്ട് തക്കാളി അമ്മയുടെ മുഖം ചുവന്നു. ഈ സാധനങ്ങളൊക്കെ അവര് തിരുവാതിരക്കളി ഡ്രസ്സിലൊക്കെ പെമ്പിളാരൊക്കെ വന്ന് നമ്മൾ ഈ പോലെ മുണ്ടൊക്കെ എടുത്തിട്ട് ചില ആൾക്കാർ ഇതുപോലെ അങ്ങനെ ചുരിദാറൊന്നും ഇടാൻ. പക്ഷെ അങ്ങനത്തെ ഒന്നും ഞങ്ങളുടെ കോളേജിലില്ല കേട്ടോ. ഞങ്ങളുടെ കോളേജിൽ എല്ലാവരും കൃത്യമായിട്ട് എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ചേട്ടാ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓണത്തിന്റെ ഒരു വൈബാണ്. നമ്മൾ ഓണത്തിന്റെ സംഭവമാണ്. പൂവ്, പാല്, പായസം, എല്ലാ സാധനങ്ങളും. എന്നിട്ട് നോർമൽ ഇന്റർവ്യൂല് വരുന്ന ചുരിദാർ ഇട്ട് വന്നിരിക്കും. സന്തോഷായി, നല്ല സന്തോഷമായി. കമന്റ്സിൽ വന്നിടണം നല്ല ഡ്രസ്സായിരുന്നു, നല്ല ഡ്രസ്സായിരുന്നു. ഓക്കെ, ബ്രാക്കറ്റിൽ ജീപ്പി ചാട്ടന്റെ അയ്യോ അങ്ങനല്ല. പിന്നെ പറയൂ ചേട്ടാ, എന്താണ് ചേട്ടന്റെ ഓണം വിശേഷങ്ങൾ? ഞാൻ ഈ ഓണത്തിന് പാലട ഉണ്ടാക്കാൻ പഠിച്ചോണ്ടിരിക്കുക. അതും പാലട ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളുടെ ഇൻസ്റ്റന്റ് ആണോ? അതെ. എന്തൊക്കെ അല്ലാത്ത ബിരിയാണി, ഫ്രൈഡ് റൈസ്, നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ഓണമാണ്. ഓണത്തിന് ബിരിയാണി ഉണ്ടാക്കേണ്ട ആൾക്കാര് ഇതൊക്കെ പ്ലാസ്റ്റിക് ആട്ടാ, വെറും ഉഡായിപ്പാണ് മക്കളെ. ഇത് ഒറിജിനലും ഇത് ഫേക്കുമാണ്. നമസ്കാരം, ജാങ്കോ സ്പേസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ കിങ്ങിനി. അപ്പോൾ നമ്മുടെ നോർമലി കാണുന്ന ഒരു ടോക്ക് ഷോ ആംബിയൻസ് ഒക്കെ മാറ്റിപ്പിടിച്ച് ബാക്ക്ഗ്രൗണ്ടൊക്കെ കുറച്ച് വ്യത്യാസം വരുത്തി ഞാനും കുറച്ച് ട്രഡീഷണൽ ലുക്കൊക്കെ പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? അതന്നെ ഓണം. അപ്പോൾ നമ്മൾ പോകുന്നത് നമ്മുടെ ഓണം ഇൻ്റർവ്യൂയിലേക്കാണ്. ജാങ്കോ സ്പേസിൻ്റെ ഫസ്റ്റ് ഓണം എപ്പിസോഡാണ് ഇപ്പോൾ ഇവിടെ സ്റ്റാർട്ടാവാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ വരുന്നത് ഒരു അടിപൊളി ഗസ്റ്റാണ്. പക്ഷേ ഞാൻ പേര് പറയുന്നില്ല, ആളെ തന്നെ നമ്മുടെ ആ ഒരു ഷോയുടെ പേര് പറഞ്ഞ് ഞാൻ ഇൻട്രൊഡക്ഷനിലേക്ക് വിളിക്കാം. ഓക്കെ, സോ യെസ്, വെൽക്കം ടു ജാങ്കോ സ്പേസ് പ്രസൻസ് ഏത് മൂഡ്? ജിപി മൂഡ്. ഓക്കെ, ജീവ് ചേട്ടാ സുഖല്ലേ? ഇൻട്രൊഡക്ഷൻ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ അതിനകത്ത് പറഞ്ഞ ഒരു സാധനം മാത്രം എനിക്ക്, ഞാനും ഒരു ട്രഡീഷണൽ പരിപാടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. കുട്ടി ട്രഡീഷണൽ ചേട്ടാ ഇങ്ങനെ പറയല്ലേ ചേട്ടാ, ഞാൻ മാച്ചിങ് ആവാൻ വേണ്ടി. ഇത് എങ്ങനെയാണ് മാച്ചിങ് ആവുന്നത്? ഇതങ്ങനെയല്ല, ഞാൻ ഒരു അബദ്ധം പറ്റി, അത് ഞാൻ തുറന്ന് സമ്മതിച്ചു. ചേട്ടാ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഓണത്തിന്റെ ഒരു വൈബാണ്. നമ്മൾ ഓണത്തിന്റെ സംഭവമാണ്. പൂവ്, പാല്, പായസം, എല്ലാ സാധനങ്ങളും. എന്നിട്ട് നോർമൽ ഇന്റർവ്യൂല് വരുന്ന ചുരിദാർ ഇട്ട് വന്നിരിക്കുന്നത്. അയ്യോ അതല്ല, സത്യമായിട്ട് ഞാൻ ഈ അടുത്ത കടയിൽ വരാൻ ലേറ്റ് ആയി തോന്നുന്നു. അതേപോലെ വീട്ടിൽ നിന്ന് വന്നാണ്. അങ്ങനെയല്ല, ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ ഡ്രസ്സ് എടുക്കാൻ പോയ കടയിൽ ഇത് ഓണം ചേർന്ന് പറഞ്ഞാൽ കടന്നേ. അപ്പൊ ഞാൻ അതങ്ങ് എടുത്തു. അയ്യാ കടയുടെ പേര് നമ്മൾ പറഞ്ഞ പ്രൊമോഷൻ വേണം വേണ്ട, നമുക്ക് എന്തായാലും പായസം പേര് പറയരുതെന്ന് പറയാനുള്ള ബുദ്ധിയുണ്ട്, പക്ഷെ ഡ്രസ് സെലക്ട് ചെയ്യാനുള്ള ബുദ്ധിയില്ല. ഒരു പ്രത്യേക തരം വയറിംഗ് ആണല്ലോ. തുടക്കം തന്നെ നമ്മൾ ട്രോൾ കാണോ? അല്ല, അപ്പൊ നമുക്ക് പിന്നെ നേരെ ഓണത്തിലോട്ട് വന്നില്ല എന്റെ രീതി. ഓക്കെ ചേട്ടാ, നമ്മൾ ചേട്ടനെ വിളിക്കാം, നമുക്കൊരു ഫുഡ് ഐറ്റം ഉണ്ടാക്കാന്നൊക്കെ പ്ലാൻ ചെയ്തപ്പോ ഇങ്ങനെ അവിയൽ, ഓലൻ, എരിശ്ശേരി, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തു. പക്ഷെ ഗോവിന്ദ് പത്മസൂര്യയുടെ പായസം അത് വേറെ ലെവലായിരിക്കും അല്ലേ? അത് വേറെ ലെവലായിരിക്കും. ചേട്ടൻ ഉണ്ടാക്കിയിട്ടുണ്ടോ? ബാക്കിയുള്ളവർ ഉണ്ടാക്കുന്ന പോലെയല്ല ഞാൻ ഉണ്ടാക്കുക. നമ്മൾ ഏത് പായസം ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഐഡിയ ഉണ്ടോ? നമ്മൾ പാൽ പായസം. പാൽ എന്ത്? പാലിനകത്ത് എന്തൊക്കെ ഇട്ടിട്ടുള്ളത്? പാൽ, അണ്ടിപ്പരിപ്പ് പായസം, പാലട പായസം. പാലട പായസം അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. മനസ്സിലായി. എന്താണ് പാലട? എന്താണ് പാലട? എന്തുകൊണ്ടാണ് പാലട ഉണ്ടാക്കുന്നത്? ഓണം കൊണ്ടാണ് പാലട. ഓണം കൊണ്ടോ? ഓണായതുകൊണ്ടാണ് പാലട ഉണ്ടാക്കുന്നത്. ഓക്കെ പോട്ടെ, ഞാൻ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല. ചേട്ടന് പായസം ഉണ്ടാക്കാൻ അറിയത്തില്ല, ഇന്നലെ പറഞ്ഞു. എനിക്കും അറിയത്തില്ല. ആൾക്കാരുടെ കൂടെ ഞാനിപ്പോ ഈ ഒരു തീം പാർക്കിലൊക്കെ പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നമ്മൾ പറയില്ലേ, നമ്മൾ വാട്ടർ തീം പാർക്ക്, ഭയങ്കര റോളർ കോസ്റ്റർ റൈഡ്, അങ്ങനത്തെ സംഭവങ്ങളിൽ പോകുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്താ അറിയാം? എനിക്കിത് ഭയങ്കര പേടിയാണ് ഈ റോളർ കോസ്റ്ററിലൊക്കെ കയറാൻ. അപ്പൊ എനിക്ക് തീം പാർക്കിലേക്ക് പോകാൻ ഏറ്റവും ഇഷ്ടം എന്നുള്ള പരിപാടി എങ്ങനെ അറിയോ? പേടിയുള്ള ആൾക്കാരുടെ കൂടെയാ. അതുകൊണ്ടല്ല, എന്നേക്കാൾ പേടിയുള്ള ഒരാളുണ്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ധൈര്യം കൂടും. പായസം ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളുടെ കൂടെ പായസം ഉണ്ടാക്കാൻ എനിക്ക് ഇഷ്ടം. പക്ഷെ ഇതിന്റെ ഇടയിൽ നമ്മൾ വിട്ടുപോയ ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഈ പാല് ഞാൻ എടുത്തത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലൊരു ലിക്വിഡ്, അതും ഇങ്ങനത്തെ ഒരു സാധനം അടി പിടിക്കും നമ്മൾ ഒരിക്കലും എപ്പോഴെങ്കിലും ചിന്തിക്കത്തില്ല. പക്ഷെ അത് ചിന്തിക്കണം കുട്ടി. ഈ സാധനം എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം. ഞാൻ ഇളക്കാം. ശരിക്കും ഞാൻ പറഞ്ഞുതരാം. ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഓൾ സെറ്റ്. അപ്പൊ നമ്മള് ഇത് ഓൺ ആക്കാൻ ആദ്യം പഠിക്കണം. ഞാനത് കുറച്ചുമ്പോ പഠിച്ചു. ഓക്കെ സെറ്റ്. അപ്പൊ നമ്മള് ഫസ്റ്റ് ചെയ്യുന്ന സംഭവം ചേട്ടാ, നെയ്യ് എടുത്ത് അതിനകത്ത് വെക്കാം. അപ്പൊ ഓണത്തിന് നിങ്ങളുടെ വീട്ടിൽ കുറെ നെയ്യ് ഉണ്ടെങ്കിൽ ഇതുപോലൊരു പാത്രമൊക്കെ കഴിക്കണ്ടല്ലോ. എല്ലാം കഴിക്കുക. നെയ്യ് അങ്ങോട്ട് ഇട്ടു. ഇനി അയ്യോ മതി, ആ പാത്രം ഓക്കെ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ട കാര്യം, ഇത് മുഴുവൻ ഇടണ്ട കേട്ടോ. അല്ലല്ല, ആദ്യം കുറച്ച് മതി.
ബാക്കി നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കഴിക്കാം, വെച്ചേക്ക് പറ്റിക്കാം. നല്ല ആ, റെഡി. കളക്കോ കളക്കോ, അടി പിടിക്കും. ചേട്ടാ ഇങ്ങനെയൊക്കെ ആണെന്നാണ് ഞാൻ പഠിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആയിരിക്കും. പിന്നെ പറയൂ ചേട്ടാ, എന്താണ് ചേട്ടന്റെ ഓണം വിശേഷങ്ങൾ? ഓഹോ, എവിടം വരെയൊക്കെ ആയി ഓണം? അതാണ് ഉദ്ദേശം. ഇത് ഉണ്ടാക്കാനേ അറിയില്ല, എന്നിട്ട് ഇത് ഇളക്കിക്കൊണ്ട് അഹങ്കാരം. നമുക്ക് ചോദ്യം ചോദിക്കണ്ടേ? ഞാൻ ഈ ഓണത്തിന് പാലട ഉണ്ടാക്കാൻ പഠിച്ചോണ്ടിരിക്കുക, അതും പാലട ഉണ്ടാക്കാൻ അറിയാത്ത ഒരാളുടെ അടുത്ത്. അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇങ്ങനെ എന്നാണ് ചേട്ടാ, അതല്ല ഓണക്കോടി അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ എത്തിയോ? ഓണക്കോടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ഓണക്കോടി മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളത് ഏകദേശം എടുത്തു. ഇനി എനിക്ക് കിട്ടാനുള്ളത് വാങ്ങാൻ വേണ്ടിട്ട് ഇവിടെ പോയാൽ മതി. ഓക്കെ, ഇത് നമുക്ക് ഇനി മാറ്റി ഒരു പാത്രത്തിൽ വെക്കണം. ഇത് ഒരുപാട് കഴിഞ്ഞ് പോകുന്ന സെറ്റപ്പ്. ആ ചേട്ടൻ വേണം ചെയ്യാൻ. എന്നാ പെട്ടെന്ന് പോയിരിക്കും, അത് കറുത്ത് തുടങ്ങി. ഇതൊക്കെ പെട്ടെന്ന് പറ്റും. ഈ പാത്രം കൂടെ വരുന്നത്. അപ്പൊ നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പായസം ഉണ്ടാക്കാം. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മളിപ്പോ ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? പാലൊഴിക്കുക. ആ പിന്നെ ആകെ 4 പാത്രം ഉണ്ട് ഇതിനകത്ത്. പിന്നെ ഇനി വേറെ എന്താ ചെയ്യാനുള്ളത്? ഓക്കെ, മൊത്തം ഒഴിക്കല്ലേ, കുറച്ച്. എടാ ഇത് നിലത്ത് വീഴാതെ ഒഴിക്കണം. ഇത് മിക്കവാറും ഒഴിക്കുമ്പോ ഈ സാധനമാണ് ഞാൻ പറഞ്ഞത്. പറയുന്നു ഇത് എത്ര ഒഴിക്കണം പോലെ പിടിയുണ്ടോ? ഒഴിച്ചോ മുഴുവൻ ഒഴിക്കല്ലേ? അല്ല മുഴുവനല്ല, ഈ താഴത്തൊരു തുമ്മണി വെച്ചോ. താഴത്ത് കിമ്മിണിയോ? ഇച്ചിരി ഇച്ചിരി എന്തൊക്കെയാണ് തുമ്മിണി. തുമ്മിണി കുറച്ച് അതിന്റെ അർത്ഥം എന്താ? ഇച്ചിരി. ആ മതി. ആലപ്പുഴ. ആലപ്പുഴക്കാരുടെ അടുത്ത് ചോദിക്കണം തുമ്മിണി. ഇല്ല, അവർക്ക് എല്ലാവർക്കും കേട്ടോ. ചിലപ്പം എനിക്ക് മാത്രമുള്ള സാധനമായിരിക്കും. ഒരാൾക്ക് മാത്രമായിട്ട് ചേട്ടൻ ഞാൻ പഠിച്ച വയനാടാ, ചിലപ്പോൾ അവിടെ നിന്നൊക്കെ മിക്സ് ആയിട്ട് കിട്ടിയതാണ്. ഇനി അവിടെ ഇല്ലെങ്കിലും അല്ലേ നാണം കിടും. അപ്പൊ നമുക്ക് ഈ പാല് തിളക്കണം. ആ തിളച്ച് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് കുറച്ച് സംസാരിക്കാം. അത് ഇളക്കിക്കൊണ്ടിരിക്കും, അടി പിടിക്കും. ഞാൻ സംസാരിക്കാം, കുട്ടി ഇളക്കും. നമ്മൾ എന്താ പറഞ്ഞു? ഇത് എനിക്കൊരു പണിയായി പോയോ കേട്ടോ. ചേട്ടൻ ശരിക്കും ഓണത്തിന് ആർക്കൊക്കെയാണ് ഓണക്കോടി എടുത്തു കൊടുക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ? ഞാൻ ഓണത്തിന് മെയിനായിട്ട് ഓണക്കോടി എടുത്തു കൊടുക്കുന്നത് എൻ്റെ ഇമ്മീഡിയറ്റ് ഫാമിലി എന്ന് പറയുന്നത്. അപ്പം ഞാൻ അച്ഛനമ്മാനിയൻ, അച്ഛനമ്മ ഗോപു ഇട്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെയുള്ളൊരു എൻ്റെ അച്ഛൻ്റെ പെങ്ങളുണ്ട്, മേമ എന്ന് വിളിക്കും. ഗോപി ചേച്ചി കണ്ടുപിടിച്ച ആളാണോ? ഭയങ്കര റിസർച്ചൊക്കെ ആണല്ലോ. എന്ത് ചെയ്യാനാ? അപ്പോൾ മേമ ഞാൻ ഫാമിലി എന്ന് വെച്ച് കഴിഞ്ഞാൽ മേമുണ്ട്, വേണുമാമുണ്ട്, പിന്നെ 2 ഏട്ടന്മാരുണ്ട്, അവർക്ക് 2 ഓരോ ആൾക്കാർക്ക് എഴുത്തിയമ്മുണ്ട്. ഇത് പണ്ടേ ഉള്ള ശീലാണോ വീട്ടിൽ നിന്ന് ഇങ്ങനെ എല്ലാവർക്കും എടുത്തു കൊടുക്കുന്നത്? ഓ, ഞാൻ വിചാരിച്ചു എഴുത്തിയമ്മരൊക്കെ പണ്ടേ ഉള്ളതാണ്. അതല്ല, ഓണക്കോടി എടുത്തു കൊടുക്കുന്നത്. ഇത് അങ്ങോട്ടും കൂടെ കൊടുക്കും. അവരെനിക്ക് തരും, അവർക്ക് ഞാൻ കൊടുക്കും. ഞാൻ കൊടുക്കുന്ന പറഞ്ഞാൽ ഞാൻ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ നമുക്ക് ഒരു 10 കൊല്ലമായിട്ടുള്ളൂ. അല്ലല്ല, കൈ വെക്കാൻ ഇനി ഇത് അടി പിടിച്ചു കഴിഞ്ഞാൽ അഭിമാന പ്രശ്നമാണ്. കാരണം കഴിഞ്ഞ അടി പിടിക്കുന്നത് നാട്ടുകാർ മൊത്തം കണ്ടു. ഇത് അടി പിടിക്കാത്ത ടൈപ്പ് കാര്യമില്ല, എനിക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ അമ്മയുടെ തറവാട്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോൾ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഗോപിയുടെ ഫാമിലി കൂടി ഉണ്ടല്ലോ, അവിടുന്ന് കിട്ടും. പക്ഷെ അവിടെയും എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപിയുടെ കസിൻസും എല്ലാവരും, ഒരാൾ ബാംഗ്ലൂരാണ്, ഒരാൾ അമേരിക്കയിലാണ്. നമ്മുടെ നാട്ടിലെ ആൾക്കാരൊക്കെ പുറത്തല്ലേ, എല്ലാവരും പുറത്തോട്ടാ പോകുന്നത്. അവർ അവിടെ ഓണം നമ്മളെക്കാൾ ഗംഭീരമായിട്ട് ആഘോഷിക്കേണ്ടതാണ് ഞാൻ കേൾക്കുന്നത്. ഇപ്പം പുറത്തുള്ള ഓണത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെ പരസ്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത്. മറ്റേ ഇൻസ്റ്റന്റ് ആയിട്ട് സദ്യ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവങ്ങൾ, ഇതൊക്കെയാണ് കാണുന്നത്. പുറത്തുള്ള സാധനങ്ങൾ ശരി, അത് ഇവിടെയാണ് കൂടുതൽ ഉണ്ടാക്കുന്നത്. ഇത് ഇൻസ്റ്റന്റ് ആണോ? അതെ, അത് മറ്റൊന്നും കൊണ്ടല്ല. ചേട്ടനും എനിക്കും ഇതിനകത്ത് വലിയൊരു ധാരണയില്ല. എനിക്ക് ബാക്കി എല്ലാം ഉണ്ടാക്കാൻ അറിയാം കേട്ടോ, അത്യാവശ്യം ഭക്ഷണം. എനിക്ക് അല്ലാത്ത മറ്റേ ബിരിയാണി, ഫ്രൈഡ് റൈസ്, ചിക്കൻ. നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറഞ്ഞാൽ ചേട്ടാ ഓണമാണ്. ചേട്ടാ ഓണം നമ്മൾ അങ്ങനെ പറയാനേ പാടില്ല. ചേട്ടൻ വേറെ എന്തെങ്കിലും ചോദിക്കും. കണ്ണൂർ ഭാഗത്തൊക്കെ ഓണത്തിന് നോൺ വെജ് വരെ കഴിക്കും. നമ്മൾ എല്ലാ സംസ്കാരത്തെയും നമ്മൾ ബഹുമാനിക്കണം. ചേട്ടാ ഓണത്തിനും ബിരിയാണി ഇല്ല. ഇതിനകത്ത് എന്തോ ഒരു സാധനം, ഇതെന്താ സാധനം മനസ്സിലായോ നിനക്ക്? ഗസ് ചെയ്യ്. ബുദ്ധിയുണ്ട്. ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് ഇടയ്ക്ക് തോന്നുന്നു. ഓ, ഇത് നമ്മൾ ഇളക്കാതിരുന്നാൽ തിളയ്ക്കും. കുറച്ചേരം നമുക്ക് വിടാം. ഇളക്കാതിരുന്നാൽ തിളക്കില്ല. അപ്പൊ ഇളക്കാതിരുന്ന അങ്ങനെ കൂട്ടിക്കാം. ഇളക്കിയ തിളക്കില്ല. അങ്ങനെ ആയിരിക്കും ചേട്ടാ. ഇങ്ങനെ ചോദിക്കും. ഞാൻ ഒരു തുടങ്ങിയൊന്നും അറിയാൻ പാടില്ല, ചോദിക്കല്ലേ. ഇതെന്താണ് ഈ 6 600 ചൂട്. ഓ, ഓക്കെ. എനിക്ക് ഞാൻ കുറച്ചമ്മ പിടിച്ച ചേട്ടൻ വരുന്നൊരു 10 മിനിറ്റ്. ചേട്ടൻ വരുന്നതിന് 10 മിനിറ്റ് പിന്നെ ഞാൻ ചോദിച്ചു. എനിക്ക് സ്റ്റൗവിലൊക്കെ വലിയ പ്രശ്നമില്ല കേട്ടോ. ഇതെനിക്ക് പായസത്തിന് ഇങ്ങനെയാണോ, അല്ലല്ല ശരിക്കും ഇവിടെ എന്നും എന്നോട് ഓഫീസിൽ ചോദിക്കാറുണ്ട് ചായ ഇട്ട് തരുമോ എന്നൊക്കെ. പക്ഷെ എനിക്ക് അറിയാൻ പാടില്ല. എന്നിട്ട് ഇവർക്ക് തന്നെ തരും. ഇതിനകത്ത് അറിയത്തില്ല അങ്ങനെ. പക്ഷെ അല്ലാതെ ഞാൻ ഫുഡ് ഉണ്ടാക്കി കൊടുക്കാറൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് ചേട്ടനോട് ഒന്നും പറഞ്ഞ് പിടിച്ചേക്കാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് വേറെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഓണക്കോടിയുടെ കാര്യമൊക്കെ പറഞ്ഞു. അതിനൊക്കെ അപ്പുറത്തേക്ക് ചേട്ടൻ പൊതുവെ ഭയങ്കര ഒരു എന്താ പറയാ, ഒരു ഫുൾ പവർ ആളാണ്.
അല്ലേ? ആണ്. അതെ. അപ്പൊ ചേട്ടന് ഈ സെലിബ്രേഷൻ, ആഘോഷം അങ്ങനെയുള്ള പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? ഒരു സെലിബ്രേറ്റ് സെലിബ്രേഷൻ ഇഷ്ടമല്ല ശരിക്കും ഫുൾ ഓണുള്ള ആൾക്കാർ ഇത് താരെന്നെ കോൺട്രാഡിക്ട് ചെയ്യുന്നു. ഇഷ്ടമല്ലേ? സ്വാഭാവികമായിട്ടും ഞാനിവിടെ ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങൾക്കൊക്കെ ഓണം വരട്ടെ സെലിബ്രേറ്റ് ചെയ്യാൻ. അല്ലേ സെലിബ്രേഷൻ ഞാൻ എല്ലാ ദിവസവും രാവിലെ ഇന്ന് എന്ത് പറഞ്ഞ് ആഘോഷിക്കും എന്ന് ആലോചിച്ച് എഴുന്നേക്കുന്ന ഒരു മനുഷ്യൻ. ഞാൻ എഴുന്നേറ്റ് ഇന്ന് പ്രത്യേകിച്ച് അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് ഇന്ന് വൈകുന്നേരം അവരെ കണ്ടു അപ്പൊ അത് ആഘോഷിക്കാം. ഇന്ന് വൈകുന്നേരം നമ്മൾ ഇവിടുന്ന് അപ്പത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത് അങ്ങനത്തെ ഒരു മനുഷ്യനാണ് എന്റെ അടുത്ത്. ചേട്ടന് ഏറ്റവും ഇഷ്ടമുള്ള ഫെസ്റ്റിവൽ എന്താ? ഈ ഓണം, വിഷു, ക്രിസ്മസ് ഒക്കെ പോലെ? അങ്ങനെയൊന്നുമില്ല. എനിക്ക് എല്ലാ ഫെസ്റ്റിവലും ഇഷ്ടമാണ്. കാരണം ആഘോഷിക്കാൻ ഇഷ്ടമുള്ള ആൾക്ക് ഇന്ന ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞിട്ട് ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവാൻ പാടില്ലല്ലോ. മൊത്തത്തിൽ ഓണം ആകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ ഓണമാകുമ്പോഴാണ് കേരളത്തിൽ കാര്യമായിട്ടൊരു ബഹളം സംഭവിക്കുന്നത്. വിഷുവിനില്ലേ വിഷുവിന് കൈനീട്ടൊക്കെ കിട്ടുമെങ്കിലും ഓണത്തിന്റെ ഒരു സ്കെയില് വിഷുവിന് ഞാൻ ഫീൽ ചെയ്തിട്ടില്ല. ഓണം എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടി ജനകീയമാണ്. 10 ദിവസമാണ്. ഇപ്പൊ മാസം ഓണം, ആ ഓണം, ഈ ഓണം എന്ന് പറഞ്ഞിട്ട് അങ്ങനത്തെ കുറെ ഓണം. പിന്നെ നമുക്ക് ഇവിടെ നിന്നിരിയ സമയമില്ല. ആ പരസ്യം, ഈ പരസ്യം, അത് ഇത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ. പിന്നെ ഓണം ഇന്റർവ്യൂ വിഷുവിന് നിങ്ങൾ എത്ര പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്? എന്താണ് വിളിക്കാത്തത്? സമ്മതിക്കാൻ പറ്റൂല. കണ്ട അപ്പൊ ഇതുപോലെ ഓണത്തിന് വിഷുവിന് നിങ്ങൾ ഇതുപോലെ അവിടെ എവിടെയും കണിയൊക്കെ വെച്ചിട്ട് നിങ്ങൾ എന്നെ വിളിച്ചിട്ടില്ലല്ലോ. പക്ഷെ ഓണത്തിന് നിങ്ങൾ ഓണത്തിന് ഇതേപോലെ ഇതൊക്കെ പ്ലാസ്റ്റിക് ആട്ടാ, വെറും ഉഡായിപ്പാണേ. ഇവളിത് രാവിലെ മനുഷ്യനെ വിളിച്ചിട്ട് നമ്മൾ തിരിഞ്ഞോണ്ട് വന്നേ. മക്കളെ ഇത് ഒറിജിനലും ഇത് ഫേക്കുമാണ്. ഇവളെ പോലെ പകുതി ഒറിജിനലും പകുതി ഫേക്കുമാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. നിങ്ങൾ വിചാരിക്കും ഇതൊന്നും നമുക്ക് കിട്ടാത്തോണ്ടല്ല, സംഘടിപ്പിക്കാൻ പറ്റാത്തോണ്ടാണ്. പിന്നെ പോവാണല്ലോ സംഘടിപ്പിക്കാൻ ബുദ്ധിമുട്ട്. എടോ ഈ ഓണത്തിന് ഞാൻ ഓൾറെഡി ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഇത് എപ്പോഴാണ് ടെലികാസ്റ്റ് വരും? ഇത് 2 ദിവസത്തിനുള്ളിൽ വരും. വരും. അപ്പൊ നമ്മൾ അപ്പോഴും ഓണം തുടങ്ങിയിട്ടില്ല. അപ്പൊ ഇപ്പൊ ഈ ഓണം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഏകദേശം 7 തവണ പോയിട്ടും പരസ്യങ്ങൾ മറ്റേ പരിപാടികൾക്ക്. എന്നിട്ട് എനിക്ക് കിട്ടിയല്ലോ ഒറിജിനൽ പൂ. ഞാൻ 7 തവണ വിട്ടത് ഒറിജിനൽ പൂ വെച്ചിട്ടാ. എന്താന്നറിയില്ല, മൊത്തം കയ്യിന്ന് പോകും. ഇതിങ്ങനെ വെച്ചാൽ മതിയല്ലേ? ഇതിപ്പോ ചൂടൊക്കെ ആയിട്ട് വരും. നമുക്ക് വേണം കൂട്ടി വരുമ്പോ ഇങ്ങനെ വിചാരിച്ചു പാലട മാത്രമേ കൊളാവുള്ളൂ. മൊത്തത്തിൽ കയ്യിന്ന് പോയിരിക്കണു. ഡ്രസ്സിലായി തന്നെ ഫ്ലോപ്പായി. പൂ കയ്യിന്നേ പോയി. പാലടയിൽ മാത്രമാണ് ചെറിയൊരു. അത് ആക്ച്വലി ഞാനല്ല, ഇവിടെ ഉള്ള ബാക്കിയുള്ളവരാണ് പൂ വാങ്ങിക്കാൻ പോയത്. എനിക്ക് ഇതിനകത്ത് പങ്കില്ല. അപ്പൊ നമുക്ക് തിരിച്ച് വീണ്ടും ഓണത്തിലേക്ക് വരാം. ഓണം ഈസ് എ വെരി ബിഗ് ഫെസ്റ്റിവൽ. അതിൽ വേറെ കാര്യം എന്താ അറിയോ? ഓണം കുറച്ചുകൂടെ ജനകീയമാണ്. എല്ലാവരും കൂടെ ഓണാഘോഷിക്കും. ചേട്ടൻ വീട്ടിലെത്തിടുവോ? മറ്റേ അത്തം തൊട്ട് 10 ദിവസം കുട്ടിക്കാലത്ത് ഇട്ടിരുന്നോ? കുട്ടികൾക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടം എന്താ അറിയോ? ഞങ്ങളുടെ പട്ടാമ്പി വീടിന്റെ മതില് ഈ മുക്കുറ്റിപ്പൂ എന്ന് പറഞ്ഞിട്ട് മഞ്ഞ കളറിൽ പൂ ഉണ്ടാവും. ആ പൂവിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എത്ര പറിച്ചാലും പൂ പറിച്ചൊന്നും തോന്നില്ല. കുറച്ചേ ഉണ്ടാവുള്ളൂ. കാരണം എന്താ വെച്ചാൽ അമ്മ ഇങ്ങനെ പൂവിട്ട് കഴിഞ്ഞിട്ട് ഈ മുക്കുറ്റിപ്പൂ കൊണ്ടിട്ട് നമ്മൾ നടുവിൽ ഇങ്ങനെ ഈ പൂവുകൾ കട്ട് വെച്ചിരിക്കുന്ന ഞാൻ കണ്ടില്ല. എനിക്കും കൂടെ തന്നൂടെ? പിന്നെ കട്ട് വെക്കുന്നതാണല്ലോ കൈൻ്റെ ഉള്ളിൽ ഇങ്ങനെ തുറന്നിട്ട് ഇങ്ങനെയാണോ മനസ്സിൽ ഇങ്ങനെ ഫുൾ കഴിട്ടാൻ കള്ളത്തിലുള്ളതുകൊണ്ട് ഇതൊക്കെ തോന്നുന്നു. പക്ഷെ മുക്കുറ്റിപ്പൂ ഞാൻ വിടില്ല. മുക്കുറ്റിപ്പൂ. അപ്പൊ ഈ മുക്കുറ്റിപ്പൂ നമ്മൾ നടുവില് ചെമ്പരത്തിയും അതും ഇതൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ അറിയുന്നതാണല്ലോ അല്ലേ, എന്തൊക്കെയോ പ്രസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. നടക്കുന്നേ മുക്കുറ്റിപ്പൂ നടുവിൽ വെക്കുമ്പോൾ അതിനൊരു ലുക്കാണ്. നമ്മുടെ അവിടെ തുമ്പയാണ് എടുക്കുക വെക്കുന്നത്. അത് തന്നെയാണ് ചേട്ടൻ ഉദ്ദേശിക്കുന്നത്? വെള്ള കളറിലെ ചെറിയ പൂ? വെള്ള കളറിൽ നിന്ന് മഞ്ഞ കളറിൽ ചെറിയ പൂ എന്ന് പറഞ്ഞിട്ട് തലയെ കാട്ടിയിട്ട് പിന്നെ വെള്ള കളറിൽ തുമ്പയിലേക്ക് ഇതെങ്ങനെ അറിയാം? മുക്കുറ്റി നമ്മൾ കുറേ പറിച്ചിട്ട് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കുറേ ലൂസ് മുക്കുറ്റി കിട്ടും. അത് നടുവിൽ വെച്ച് കഴിഞ്ഞാൽ വേറെ ഫീൽ. അടുത്ത തവണ അത് വെച്ചോളൂ. അവിടെ തുമ്പ വെക്കും ഇങ്ങനെ. അത് വെക്കും. പക്ഷെ ഇത് ഞാൻ പറഞ്ഞ എന്താ വെച്ചാൽ പട്ടാമ്പിയിൽ ഇങ്ങനെ ഒരു പരിപാടി. അപ്പൊ എന്താ വെച്ചാൽ അമ്മ പൂ ഇടാൻ തുടങ്ങുമ്പോൾ മുതൽ ഞാൻ മുക്കുറ്റി പറിച്ചു തുടങ്ങും. പിന്നെന്താ പറ്റി അത്തപ്പൂ ഇടുന്ന പരിപാടിയൊക്കെ നിർത്തിയേ? അത് കുറച്ച് വലുതായപ്പോൾ പിന്നെ ഇതൊക്കെ കുറച്ചിങ്ങനെ അയ്യേ അങ്ങനെ പരിപാടിയാണോ എന്നൊരു തോന്നല് ഇടയിൽ കയറി വന്നു. എനിക്കിങ്ങനെ വന്നു. ഉണ്ടോ ഇല്ലയോ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. എനിക്കൊരു 7ാം ക്ലാസ് 8ാം ക്ലാസ് ഒക്കെ വരെയൊക്കെ ഇത് ഇടാൻ ഭയങ്കര താല്പര്യമായിരുന്നു. ഒരു 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ഇത് ഇടാൻ ഭയങ്കര മടിയായിരുന്നു. നമ്മള് വലിയ കുട്ടികൾ ഈ പൂവൊക്കെ ഇട്ടിട്ട് കോളേജിലെത്തുമ്പോൾ നേരെ വീണ്ടും തിരിഞ്ഞു. ഞാൻ രാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് വന്നിട്ട് ഫുൾ പൂക്കളം. അല്ലടാ കോളേജ് ഞാൻ മംഗലാപുരത്താണ് പഠിച്ചത്. അപ്പൊ ഞങ്ങൾ ആകെ കുറച്ച് മലയാളികളേ ഉള്ളൂ. അപ്പൊ അവിടെ അഭിമാന പ്രശ്നമാണ്. അവിടെ മറ്റേ ഉഗാദി യക്ഷഗാന അതിന്റെ ഇടയിലാണ് ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു ഓണം കിട്ടുന്നത്. അന്ന് ഞങ്ങൾ രാവിലെ 4 മണിക്കൊക്കെ വന്നിട്ട് വീട്ടിൽ പോകാത്ത ഞങ്ങൾ രാവിലെ 5 മണിക്ക് കോളേജിൽ എത്തിയിട്ട് കോമ്പറ്റീഷൻ ആയിട്ട് ആയിരുന്നില്ല അത്. കാരണം ഞങ്ങൾ കുറച്ച് മലയാളികളുള്ളൂ, അവിടെ കോമ്പറ്റ് ചെയ്യാൻ ആരും ഇല്ല. അപ്പൊ ഞങ്ങൾ തന്നെയായിരുന്നു രാജാക്കന്മാര്. ഞങ്ങൾ എന്തിട്ടോ അത് പൂക്കളാണ്, ഞങ്ങൾ എന്ത് വെച്ചോ അത് പായസം. തിളക്കിയെന്നുള്ളതാണോ അതിന്റെ സക്സസിന്റെ ഭാഗം? തിളച്ച് കഴിയുമ്പോൾ നമ്മൾ ഇതൊക്കെ ഇടും. അല്ല അടുക്കി പിടിച്ചില്ല, തിളച്ചാൽ അങ്ങനെ.
ആ ഓക്കെ. അങ്ങനെ കോളേജിൽ പിന്നെ അതിന് ശേഷം പൂക്കളം പരിപാടിയൊക്കെ ഉണ്ട്. ഇത് ഇങ്ങോട്ടുണ്ടല്ലോ. ഇല്ല കഴിഞ്ഞു നമ്മൾ മാറ്റി വെച്ചു. അത് തീരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതെടുക്കാം അല്ലേ? ഇത് പറ്റിക്കാം. ഓക്കെ, അങ്ങനെയാണ് കോളേജിൽ എപ്പോഴും നമുക്ക് എപ്പോഴും ഈ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇന്ത്യക്ക് പുറത്താണ് ഇതിന്റെ പരിപാടികളൊക്കെ കൂടുതലും. എനിക്ക് തോന്നുന്നു ഗൃഹാതുരത്വം കൂടും, നൊസ്റ്റാൾജി കൂടും, നമ്മൾ കേരളത്തിന് മിസ് ചെയ്യും. അതുകൊണ്ട് തന്നെ കേരളത്തിന് പുറത്താണ് ഈ സാധനം ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെടുന്നത് എനിക്ക് തോന്നുന്നു. ഞാനൊക്കെ ഓണം ഏറ്റവും കൂടുതൽ ആഘോഷിച്ചുള്ളത് കേരളത്തിന് പുറത്താണ്. പുറത്തു പോയപ്പോഴാ മംഗലാപുരം കോളേജിലും അവിടെ ഇവിടെയൊക്കെയാണ് നമ്മൾ കൂടുതൽ. അപ്പൊ സദ്യയൊക്കെ മിസ് ചെയ്തില്ല? അത് നിങ്ങൾ സദ്യ ഉണ്ടാക്കും നമ്മള്. ഞങ്ങൾ സദ്യ ഉണ്ടാക്കല്ലേ, ഞങ്ങൾ ഓർഡർ ചെയ്യും. സദ്യ ഉണ്ടാക്കിയിട്ട് അന്ന് നമ്മൾ കഴിക്കും. ഓർഡർ ചെയ്യും. പക്ഷെ അപ്പം നമ്മുടെ കേരളത്തിലെ പോലത്തെ ഈ മലയാളികളുടെ ചായക്കട ഇല്ലാത്ത സ്ഥലം ഈ ലോകത്തില്ല എന്ന് പറയുന്ന പോലെ നമ്മൾ ലോകത്ത് എവിടെയാണെങ്കിലും സദ്യ കിട്ടാത്ത സ്ഥലമൊന്നുമില്ല. അത് എവിടുന്നെങ്കിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് സംഭവം അടിപൊളിയാക്കും. നമ്മൾ മറ്റേ അവര് തിരുവാതിരക്കളി ഡ്രസ്സിലൊക്കെ പെമ്പിളാരൊക്കെ വന്ന് നമ്മൾ ഇതുപോലെ മുണ്ടൊക്കെ എടുത്തിട്ട് ചില ആൾക്കാർ ഇതുപോലെ അങ്ങനെ ചുരിദാറൊന്നും ഇടാൻ. പക്ഷെ അങ്ങനത്തെ ഒന്നും ഞങ്ങളുടെ കോളേജിലില്ല. ഞങ്ങളുടെ കോളേജിൽ എല്ലാവരും കൃത്യമായിട്ട് ഓണം ട്രഡീഷൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇനിയിപ്പോ ചുരിദാർ പോലെ ഒരു സാധനം ഇട്ടാലും അതിൽ പോലും ഒരു വെള്ള കളറോ അല്ലെങ്കിൽ അതിന്റെ ഒരു ട്രഡീഷണൽ സ്വഭാവം ഒക്കെ കീപ്പ് ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങളുടെ കോളേജിലെ കിങ്ങിണിമാർ. ചേട്ടാ നമ്മളതല്ല, നമ്മുടെ ടോപ്പിക് അതല്ല. ചേട്ടൻ എങ്ങനെ അവസരം കിട്ടിയാലും ചേട്ടന് ശരിക്കും ചോദിക്കട്ടെ, ഇവിടെ ഉള്ള ജംഗ സൂസിൽ ആരെങ്കിലും എന്തെങ്കിലും ബന്ധമുണ്ടോ? രാവിലെ തന്നെ ഞാൻ കേൾക്കുന്നത് ജീപ ചേട്ടൻ വരുമ്പോൾ കുറച്ച് നമ്മളെ ലൈഫ് എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. നമ്മൾ ഒരു എനർജി അട്രാക്ട് ചെയ്തുകൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിങ്ങനെ അട്രാക്ട് ആയിക്കൊണ്ടേയിരിക്കും. അപ്പൊ കുട്ടി ഇപ്പൊ ഈ എനർജി അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കും. വരുന്നവരും പോകുന്നവരും ഒക്കെ എടുത്തിട്ട് പോകാന്നുള്ളൊരു എനർജി. കുഴപ്പമില്ല, ഈ ദിവസം ഞാനത് സഹിക്കും, വേറെ വഴിയില്ല. പക്ഷേ ഞാൻ എത്ര ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, ഇവരോട് തന്നെ ചോദിച്ചു ഞാൻ ഏതെങ്കിലും ഇന്റർവ്യൂവിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇത് ചോദിച്ചു വാങ്ങണം. പക്ഷെ നിങ്ങൾ കമന്റ്സ് വന്നിടണം നല്ല ഡ്രസ്സായിരുന്നു, നല്ല ഡ്രസ്സായിരുന്നു എന്ന്. ഓക്കെ, എന്നിട്ട് ഞാൻ എന്റെ കൂപ്പൺ കോഡ് തരാം. അയ്യോ അങ്ങനല്ല, എന്നിട്ട് ഞാൻ നിങ്ങൾക്ക് കൂപ്പൺ കോഡ് തരാം. എന്നിട്ട് ആ കടയിൽ പോയി പർച്ചേസ് ചെയ്ത് അവർ സമ്മതിക്കുമെന്തോ. ചേട്ടാ പിന്നെ പറഞ്ഞു തരട്ടെ, കോളേജിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഈ ഓണത്തിന് വടംവലി, ഉറിയടി അങ്ങനെ കുറെ മത്സരങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞങ്ങളൊക്കെ പൊതുവെ സംഘാടകരുടെ ഭാഗത്താണ്. എന്ന് വെച്ചാൽ ഞാൻ ഒരു 10ാം ക്ലാസ് വരെ എനിക്ക് സ്റ്റേജിൽ കയറാൻ ഭയങ്കര ബ്രഹ്മായിരുന്നു. അത് കഴിഞ്ഞിട്ട് ആങ്കറിംഗ് ആണോ അല്ല പെർഫോമൻസ്? ആങ്കറിംഗ് എന്റെ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നത് സ്റ്റേജിൽ മുമ്പ് ഈ സാധനം ചെയ്തിട്ടില്ല. അത് വഴി തെറ്റിപ്പോയതാണ്. പാട്ട് ഇന്ന പരിപാടി ഒന്നുമില്ല. നമുക്ക് സ്റ്റേജിൽ കയറാൻ നമ്മൾ തന്നെ കാരണം ഉണ്ടാക്കും. ചിലപ്പോ പാട്ട്, ചിലപ്പോ ടാബ്ലോ, ചിലപ്പോ സ്കിറ്റ്. ടാബ്ലോ അനങ്ങാതൊക്കെ നിൽക്കും. അനങ്ങാക്ക അത് ചെറുപ്പത്തിലായിരുന്നു, കൂടുതൽ കുട്ടിക്കാലത്തെ പരിപാടിയായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തബല എന്ന് പറഞ്ഞൊരു കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു. അതന്നെ. അപ്പൊ തബലയിൽ ആകെ 2 പേരുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാനും അല്ല, ഞാൻ വേഗം 2 കൊണ്ട് തബല പിടിച്ചിട്ട് ഞാൻ കയറി. അപ്പൊ 3rd കിട്ടി. 2 പേര്. 2 പേർക്ക് അത് ഫസ്റ്റ് സെക്കൻഡ് വരുന്നുണ്ട്. 3 പേരുണ്ടല്ലോ. അപ്പൊ എനിക്ക് 3rd കിട്ടുമല്ലോ. സർട്ടിഫിക്കറ്റ് കിട്ടുന്ന പരിപാടിയാ. ശരിയല്ലേ? പക്ഷെ ഫ്രണ്ട്സ് ഒക്കെ എന്ന് പറഞ്ഞു ഇനി നീ മേലെ നീ കയറരുത്. കാരണം 2 ആഴ്ച കൊണ്ട് എന്തോടെ പഠിച്ചത്. അതാണ് ഇത് 10 മിനിറ്റാണ് കോമ്പറ്റീഷൻ. ചേട്ടന് ഭയങ്കര ധൈര്യമായിരുന്നു എല്ലാത്തിനും? അല്ല, എനിക്ക് ഭയങ്കര ആവേശമായിരുന്നു. ധൈര്യം ഒന്നും പറയാൻ പറ്റില്ല, ആവേശമാണ് അതിന്റെ ഒരു ബേസിക്. കാരണം തബലയുടെ ഏറ്റവും വലിയ പ്രശ്നം എനിക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ തന്നെ 3rd കിട്ടുമായിരുന്നു. പക്ഷേ ഇത് പരിപാടി 10 മിനിറ്റാ. 8 മിനിറ്റ് കഴിയുമ്പോൾ ടിങ് ഒരു ബെല്ലടിക്കും. അത് വാണിംഗ് ബെല്ല. എന്നിട്ട് 10 മിനിറ്റ് ആകുമ്പോൾ ടിങ് ടിങ് ഒരു ബെല്ലടിക്കും. ഏകദേശം ഇതേപോലത്തെ സമയത്ത്. അപ്പോൾ നമ്മൾ പരിപാടി നിർത്തണം. ഇത് 10 മിനിറ്റ് ഒന്നും കൊട്ടേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇത് ഒരേ സാധനമാണ് 10 മിനിറ്റ് കൊണ്ടിരിക്കുന്നേ. അപ്പൊ അത് കുറച്ച് കൈവിട്ട കളിയായി പോയി. നമ്മൾ പിന്നെ എക്സ്പീരിയൻസ് എനിക്ക് തബലയിൽ 3rd കിട്ടിയ സർട്ടിഫിക്കറ്റും ഉണ്ട്. തബലയും വീട്ടിലിരിക്കുന്നു. ചേട്ടൻ ഈ കഥ പറയാതെ എല്ലാവരോടും ആരെങ്കിലും ഒക്കെ വീട്ടിൽ വരുമ്പോൾ ഞാൻ തബലയൊക്കെ വീട്ടിലിരിക്കുന്നത്. വീട്ടിൽ ഇങ്ങനെ ആൾക്കാരൊക്കെ വരുമ്പോ ഓ തബലൊക്കെ വയ്ക്കുമോ നമ്മുടെ കുട്ടിക്കാലത്ത്. ഇപ്പൊ മനസ്സിലായില്ലല്ലോ. ചേട്ടാ തബല വീട്ടിലുണ്ട്, പിന്നെ പഠിച്ചുകൂടായിരുന്നോ ബാക്കി? എടാ ഞാൻ എന്താ പ്രശ്നം അറിയോ, അന്നും ഇന്നും ഒക്കെ ഞാൻ ഈ ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടേ എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് അറിയാം. വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ്സ് വായിക്കുമോ? ഞാൻ ഹാർമോണിയം പാട്ട് പഠിച്ചിരുന്നു. അപ്പൊ ഞാൻ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് ഹാർമോണിയം പഠിക്കാൻ നോക്കി. തബലയും ഹാർമോണിയം ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. പിന്നെ അതിൽ കൂടുതൽ അക്രമത്തിലേക്ക് കടന്നിട്ടില്ല. പിന്നെ പാട്ട് പഠിച്ചിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞ് ഇപ്പൊ മറ്റേ നാടകം പരിപാടികളായിട്ട് പോയി. പിന്നെ ഞാൻ എന്റെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത് കവിതയായിരുന്നു. മലയാള കവിതാ പാരായണമായിരുന്നു സത്യം പറഞ്ഞാൽ. അതായിരുന്നു അത്യാവശ്യം അടിപൊളിയായിട്ട് ചെയ്യുന്നൊരു പരിപാടി. ബാക്കിയെല്ലാം കണ്ണിൽ പൊടിയുള്ള പരിപാടിയായിരുന്നു. ലളിതഗാനം ഉണ്ടായിരുന്നു. പക്ഷെ ലളിതഗാനം എന്താ സംഭവിച്ചാൽ ഈ പ്രാക്ടീസ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല. ഇതൊക്കെ പഠിച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് കയറണം എന്നുള്ള ബോധം കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്നില്ല. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നാണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ പൊതുവേ ഒരു സാധനം പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരുപാട് ബെറ്റർ ആവും. പക്ഷേ ഇമ്പ്രൂവ് ആവും. ഇത് ഞാൻ ഈ ഒരുപാട് പരിപാടിയിൽ പോയി തല വെച്ചിട്ട് ലളിതഗാനം കൃത്യമായിട്ട് വരികൾ പഠിക്കണം, കൃത്യമായിട്ട് ഇത് പഠിക്കണം എന്നല്ലാതെ അതിന്റെ നുവാൻസൻസ് ഭംഗിയാക്കണം, അതിനൊരു സംഗതി ഉണ്ട്, ഗമക ഉണ്ട്, അല്ലെങ്കിൽ അതിന് ഇങ്ങനെ കുനിപ്പും പരിപാടി ഉണ്ട്, അത്രയും ഡീറ്റെയിലിംഗിലേക്ക് ഞാൻ പോകില്ല. അതുകൊണ്ട് എനിക്ക്
അല്ല പോവില്ല. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് തേർഡ് ചിലപ്പോഴൊക്കെ ഫസ്റ്റ് ലളിതഗാനത്തിൽ കിട്ടുള്ളൂ. മറ്റേ കവിതയ്ക്ക് കിട്ടും ചേട്ടന് ഫസ്റ്റ് ഒക്കെ കിട്ടും. ഞാൻ സ്ഥിരം ഫസ്റ്റ്. ചേട്ടാ കവിത പാടുവോ? കവിത ഏത് കവിത ആണെങ്കിലും പാടാം. കവിത പൊതുവെ എനിക്ക് ഞാൻ കുട്ടിക്കാലത്ത് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്റ്റേജിൽ കയറുന്ന കവിത പാടിക്കൊണ്ട് അതും എടുത്താൽ പോകാത്ത കവിത. ONV സാറിന്റെ പാണന്റെ ദുഃഖം എന്ന് പറഞ്ഞ കവിത ഞാൻ LKG പഠിക്കുന്നുണ്ട്. പക്ഷെ അന്ന് എനിക്ക് അതിന്റെ അർത്ഥം പരിപാടി അറിയില്ല. ഇതെങ്ങനെ കാണാതെ പഠിച്ചു വെച്ചു മനസ്സില്? പാടിയതിൻ പൊരുളുകൾ പാഴാൻ പാടണമിന്നു വീണ്ടും എന്ന് പറഞ്ഞ് ONV കുറിപ്പിന്ന് തുടങ്ങിയതാ. അത് അച്ഛൻ പഠിപ്പിച്ചിരുന്നാണ്. അന്ന് ഇതിന്റെ അർത്ഥം അറിയില്ല, കൊഞ്ചല് പോലും മാറാത്ത കാലത്തിലാണ് ആ സാധനം. പിന്നെ ഞാൻ ഏറ്റവും രസം ഉണ്ടായെന്നറിയോ, സുഗതകുമാരി കവിതകള്, അതേപോലെ അശ്വമേധം വയലാർ കവിതയാണ്. ആരൊരാളൻ കുതിരയെ കെട്ടുവാൻ, ആരൊരാളതിൻ മാർഗം മുടക്കുവാൻ, ഈ സാധനം. അതേപോലെ അതേപോലെ അപ്പൊ കവിത ചൊല്ലുമ്പോൾ ഞാൻ വേറെ ആളാണ്, നമ്മുടെ ഏരിയ ആണ്. അതേപോലെ ONV സാറിന്റെ കവിത ചൊല്ലുമ്പോൾ ആ സ്റ്റൈലിൽ ഞാൻ ചോദിക്കും. ആവണിപ്പാടം കുളിച്ചു തോർത്തി മുടിയാകെ വിടർത്തി ഉലർത്തി നിന്നു പെറ്റെഴുന്നേറ്റു. ആ സാധനം ഇതെന്താ, ഇത് ഞാൻ 2ാം ക്ലാസ്സിലോ 3ാം ക്ലാസ്സിലോട്ടാണ് പഠിച്ച് ഒരു അർത്ഥം അറിയാതെ ഞാൻ ചൊല്ലുന്നത്. പക്ഷെ എന്റെ ഭാവം ഭീകര, അത് ചൊല്ലുന്ന കേട്ടത്തൊന്ന് ഈ ചങ്ങായിക്ക് ഇത് മൊത്തം അറിയാമെന്ന്. കാരണം ഇതേ ആറ്റിറ്റ്യൂഡിലാണ് 2ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും ചൊല്ലുന്നത്, അർത്ഥം എന്ന് അറിയില്ലെങ്കിൽ. എടാ ഇത് 8ാം ക്ലാസ് 9ാം ക്ലാസ് ആയപ്പോ എനിക്കിത് പാടത്തിന് പഠിക്കണ്ടായിരുന്നു, ഇതേ കവിത ആവണിപ്പാടം. അപ്പൊ ഞാൻ ഈ സാധനം ഞാൻ പണ്ട് നമ്മൾ കവിത കോമ്പറ്റീഷന് വേണ്ടി പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മൾ മറക്കല്ലോ. ഈണത്തിലും താളത്തിലും പഠിച്ചു വെക്കുന്ന സാധനങ്ങൾ അത് മറക്കല്ലോ. പിന്നെ 10ാം ക്ലാസ്സൊക്കെ ആയപ്പോഴേക്കും ഞാൻ മറ്റേ രാവണപുത്രി, യുദ്ധം കഴിഞ്ഞു കബന്ധങ്ങൾ ഉന്മാദ നൃത്തം ചവിട്ടിക്കുഴച്ചൂരണാങ്കണം, രക്തമൊഴുകി തളം കെട്ടി നിന്ന മൺമെത്തയിൽ കാൽ തെറ്റി വീണു നിഴലുകൾ. ഇതൊക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ കണ്ണിൽ വെള്ളം പറഞ്ഞ് ഭയങ്കര ഫുൾ വികാരം. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന പയ്യനാണ് രാവണപുത്രി ചൊല്ലുന്നത്. എനിക്ക് ഇതിലുള്ള ഹൈ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ ഫസ്റ്റ് ആയിരിക്കും. പിന്നെ ഞാൻ CBSE പഠിച്ചു. അപ്പൊ സഹോദയ മീറ്റാണ് നിങ്ങൾ മറ്റേ. എനിക്ക് പൊതുവെ ആ സ്റ്റേറ്റ് ഉത്സവത്തിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല. എനിക്ക് ഭയങ്കര ആഗ്രഹം, അതിന് ഭയങ്കര അറ്റൻഷനും പത്രവും പരിപാടികളൊക്കെ. എനിക്ക് അതിലൊരിക്കലും പോകാൻ പറ്റില്ല. എനിക്ക് എപ്പോഴും CBSE ആയിട്ട് സഹോദയ മീറ്റാ. സഹോദയ മീറ്റിൽ എന്താ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കൊല്ലും ഒരേ ആൾക്കാരാണ്. എല്ലാ സ്കൂളിൽ നിന്ന് ഫസ്റ്റ് കിട്ടിയ ആൾക്കാരാണല്ലോ ഈ സഹോദയ മീറ്റിൽ. ഏറെക്കുറെ എല്ലാ സ്കൂളിലും ഒരേ ആൾക്കാർക്ക് തന്നെ ഫസ്റ്റ് കിട്ടും. അത് അവരുടെ ഒരു മാസ്റ്റർ പീസ് ആയിട്ടായിരിക്കും. എനിക്ക് ഒരു തവണയോട്ടാണ് ഫസ്റ്റ് കിട്ടാതിരുന്നുള്ളൂ. എന്റെ 10ാം ക്ലാസ് ഒരു തവണയോട്ടാണ് കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ. അത് സെക്കൻഡ് ആയിട്ടോ കിട്ടി. അപ്പോൾ വേറൊരു കുട്ടിയാണ് പോയത്. ബാക്കി എല്ലാ തവണയും ഞാനാണ് സഹോദയ മീറ്റിൽ ഫസ്റ്റ് അടിച്ച് പിടിക്കും. അവിടെ പോകുമ്പോഴും ഇതെന്താ പറഞ്ഞു, ഇത്രയും നല്ല പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പൊ അവിടെ പോകുമ്പോ എന്താ അറിയോ, എല്ലാ കൊല്ലം കണ്ട ആൾക്കാരെ കാണാം. അപ്പൊ അതിനകത്തുള്ള സുഖം എന്താ അറിയോ, നമ്മൾ അവിടെ പോയിട്ടും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് അടിക്കും. അപ്പൊ ഈ സംഭവത്തിലുള്ള രസം എന്താ അറിയോ, നമ്മുടെ ഒരു നമുക്ക് എന്താ പറയാ ഒരു അഹങ്കാരം എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ വരുമ്പോ അന്ന് സൂര്യനെ വിളിക്കും. പത്മസൂര്യയിലെ സൂര്യ എന്നാണ് GP വരുന്നില്ല അന്ന് എന്നെ വിളിച്ചിരുന്നത്. സൂര്യ ഉണ്ടാ എന്ന് പറയുമ്പോ പക്ഷെ ഇതുപോലത്തെ 2-3 പേരുണ്ട്. ഇവര് 3 പേരിൽ ഏതെങ്കിലും ഒരാൾക്കായിരിക്കും സഹോദരി സമ്മാനം. കാരണം സ്ഥിരം കുട്ടികളാണ്. അപ്പൊ നമ്മൾ ഈ സാധനമൊക്കെ പഠിച്ച് ഇതൊക്കെ ചൊല്ലുമ്പോണ്ടല്ലോ, ഇത് ഭയങ്കര 10ാം ക്ലാസ് ഒക്കെ എത്തുമ്പോഴേക്കും എന്ത് പറ്റിയത്, ചൊല്ലി രാവണപുത്രിയൊക്കെ ചൊല്ലുമ്പോൾ എനിക്ക് കണ്ണു നിറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും ഇപ്പൊ രാവണപുത്രിയുടെ ഒരു ബേസിക് ത്രെഡ് എന്ന് പറയുന്നത് സ്വന്തം മകളാണ് മൈഥിലി എന്ന് രാവണൻ തിരിച്ചറിയുന്ന ഒരു പെർസെപ്ഷനാണ് വയലാർ സാർ എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്വന്തം മകളോടാണോ ഈ ക്രൂരത ചെയ്ത് എന്നറിഞ്ഞ സ്വന്തം അച്ഛൻ മരണത്തിൽ കിടക്കുന്ന സമയത്ത് തിരിച്ചറിയുന്ന ഒരു ഘട്ടമൊക്കെയാണ്. അപ്പൊ അതൊക്കെ പറയുമ്പോൾ നമ്മൾ ഉൾക്കൊണ്ട് ചൊല്ലുമ്പോഴേ നമ്മൾ ഓഡിയൻസിൽ ആൾക്കാർ കരയുന്നൊക്കെ ഉണ്ട്. ഈ 4 വരിയില് നമ്മൾ ഇങ്ങനെ പറഞ്ഞില്ലേ ചേട്ടാ മുഴുവൻ ചൊല്ലി എന്ന് പറഞ്ഞില്ലേ, അത് ചില ആൾക്കാർ ചില സാധനങ്ങൾ നമുക്കൊരു പ്രാവീണ്യം ഉണ്ടാവും. പക്ഷെ എന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കില്ല. അപ്പൊ എനിക്ക് തബല പഠിക്കണം. ലളിതഗാനം മോണോ ആക്ട് ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ കഥാപ്രസംഗം ഉണ്ടായിരുന്നു ആ സാധനം. പക്ഷെ അതും കുട്ടിക്കാലത്തായിരുന്നു. ബാലജനസഖ്യം എന്ന് പറഞ്ഞിട്ട് മനോരമയുടെ ഒരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ അത് ഓൾ കേരള നടക്കുന്ന സംഭവം. എന്റെ കഥാപ്രസംഗങ്ങളുടെ വ്യത്യാസം ഓർമ്മയുണ്ടോ? കുറച്ചൊക്കെ ഓർമ്മയുണ്ട്. എൻ്റെ കഥാപ്രസംഗങ്ങളുടെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഈ കഥാപ്രസംഗം ചെല്ലുന്നത് 2ാം ക്ലാസ് 3ാം ക്ലാസ് ഒക്കെ ഈ ചെറിയ അന്നേ വായാടിയിരുന്നു.
അപ്പൊ ഈ പഠിപ്പിച്ചെന്ന് കഴിഞ്ഞാൽ നല്ല മെമ്മറി പവർ വരും. Okay. അപ്പൊ ഇത് പോയിട്ട് നേരെ ചൊല്ലുക. അതുപോലെ തന്നെ അവതരിപ്പിക്കും. പിന്നെ പാട്ട് അത്യാവശ്യം കയ്യിലുണ്ട്. ഞാൻ വ്യത്യസ്തനായി നിന്നിരുന്നത് എന്തറിയോ, ഈ കഥാപ്രസംഗം ഈ കുട്ടികൾ ചൊല്ലുന്നൊക്കെ ബലാത്സംഗം, അയ്യോ അരുതേ, മറ്റേ വേദന പരിപാടി ഞാൻ കൊണ്ടുവരുന്നത് അറിയോ. എന്റെ ഒരു കഥാപ്രസംഗത്തിന്റെ സംഭവം എന്താ അറിയോ, ഓണക്കാലത്ത് ഏത് പച്ചക്കറിയാണ് ഏറ്റവും അടിപൊളി പച്ചക്കറി എന്ന് അറിയാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാവേലി മുത്തച്ഛൻ പാതാളത്ത് നിന്ന് വരിക. അപ്പൊ പച്ചക്കറികളെല്ലാം ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പച്ചക്കറികളൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഏത് പച്ചക്കറിയാണ് അടിപൊളി ഓണത്തിന്റെ, അത് വന്നിട്ട് ഇങ്ങനെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ അതിലൊരു സാധനം പച്ചക്കറികളെല്ലാം മാവേലി മുത്തച്ഛനെയും കാത്ത് നിൽക്കുകയാണ്. മത്തങ്ങ, കുമ്പളങ്ങ, അച്ചിങ്ങ, പീച്ചിങ്ങ, വഴുതനങ്ങ, പടവലങ്ങ, ക്യാബേജ്, മുള്ളങ്കി, തക്കാളി, വെണ്ടയ്ക്ക, പാവയ്ക്ക, വാഴയ്ക്ക, കക്കരിക്ക, വെള്ളരിക്ക, മുരിങ്ങക്കായ തുടങ്ങിയ എല്ലാ പച്ചക്കറികളും ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു വൈബ് സാധനം. മറ്റേ അയ്യോ അമ്മയെന്നൊക്കെ കരയുമ്പോ ഞാൻ ഇവിടെ കിടന്നിട്ട് എന്റെ ഡാർക്ക് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ, തക്കാളി എന്നിട്ട് പടവലങ്ങനെ അടിച്ചപ്പോ തക്കാളി ചീത്ത പറഞ്ഞുകൊണ്ട് പടവലങ്ങ പാടാണ്. മിണ്ടാണ്ടിരിയടി കുണ്ടാമുണ്ടി തക്കടി മുണ്ടി തക്കാളി പച്ചക്കറികളിൽ ഏറ്റവും മുണ്ടൻ പടവലമല്ലാതാരുണ്ട്. പടവലങ്ങ ചേട്ടന്റെ കളിയാക്കൽ കേട്ട് തക്കാളി അമ്മയുടെ മുഖം ചുവന്നു. ഈ സാധനങ്ങളൊക്കെ അപ്പൊ എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആൾക്കാര് അതുവരെ ഇതൊരു 10-20 ആൾക്കാർ എന്താ പ്രശ്നം, ഇങ്ങനത്തെ കലോത്സവത്തിന് പോകുമ്പോ ജഡ്ജസും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് പ്രാന്താവും. അത് നോക്കോ, ഞാനിവിടെ ഉണ്ട്, ഞാനിത് തള്ളി അത് ശരി, പിന്നെ എല്ലാവരും അവിടെ നടന്ന ബലാത്സംഗം, ഇവിടെ നടന്ന സൽമം, ഇവിടെ നടന്ന മീൻസ് ഫുൾ ഡാർക്ക് കരച്ചിൽ. എല്ലാ പിള്ളേരും വന്ന് കരച്ചില്, അയ്യോ അരുതേ മറ്റേ കൊല്ലല്ലേ സാധനങ്ങൾ. ഞാൻ വന്നിട്ട് അതിന്റെ ഇടയിൽ കയറിയിട്ട് ഇവരിങ്ങനെ ഉണങ്ങിയിരിക്കുന്ന സമയത്ത് മിണ്ടാണ്ടിരിയുടെ കുണ്ടമുണ്ടി തക്കടി മുണ്ടി തക്കാളി ഓഡിയൻസ് മൊത്തം നമ്മുടെ കൂടെ. ഇത് മറ്റേ ബാലരമയിൽ വന്നൊരു കഥയാണ്. ഈ കഥേനെ എന്റെ അച്ഛൻ ട്യൂൺ ചെയ്തിട്ട്, ട്യൂണിന് മൊത്തം അച്ഛനായിരുന്നു. ഇതിനെ കഥാപ്രസംഗം ആക്കി അച്ഛൻ മാറ്റിയതാണ്. പക്ഷെ കഥ ബാലരമയിൽ വന്ന കഥയാണ്. ശരിക്കും ചേട്ടന് ആങ്കർ GP എന്ന് അറിയാനാണോ ആക്ടർ GP എന്ന് അറിയാനാണോ ഇഷ്ടം? എനിക്ക് GP എന്ന് പറയാൻ ഇഷ്ടം. എനിക്ക് ടാഗ് വേർഡ്സ് ഇഷ്ടമല്ല. കാരണം എന്താ അറിയോ, എനിക്ക് എല്ലാം ഇഷ്ടമുള്ള പരിപാടിയാണ്. ഇയാളൊരു ആങ്കറാണ്, ഇയാളൊരു ആക്ടറാണ്, ഇയാളൊരു പാട്ടുകാരനാണ്, അങ്ങനെയൊന്നുമില്ല. ഇയാളൊരു ആളാണ്. അതിലേക്ക് എത്തിക്കുന്നതിലാണ്. കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ സ്റ്റൈലാണ്. ചില ആൾക്കാർ ഭയങ്കര ഫോക്കസ്ഡ് ആയിട്ട്, ഇപ്പം ഞാൻ അവരെ ഭയങ്കരമായിട്ട് റെസ്പെക്ട് ചെയ്യും കേട്ടോ. ചില ആക്ടേഴ്സ് വളരെ ഫോക്കസ്ഡ് ആയിട്ട് ആക്ടിങ് മാത്രമായിട്ടുള്ള, അത് അവരുടെ കഴിവ്. പക്ഷെ ചില ആൾക്കാർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഒരു സാധനം ഫോക്കസ്ഡ് ആയി അവർ ഹാപ്പി ആയിരിക്കില്ല. ഇപ്പം എനിക്ക് അഭിനയം മാത്രം പോയി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ എൻ്റെ ബാക്കി ഫാക്കൽറ്റീസ് യൂസ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരും. അപ്പം ഞാൻ എന്ത് ചെയ്യും, ആങ്കറിങ് അല്ല, ഒരുപാട് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ടല്ലോ. ഫോർ എക്സാമ്പിൾ ഒരു കാര്യം പറയാം. ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ, ഞാൻ കുറേ കാലമായിട്ട് എനിക്ക് ഏറ്റവും ഹൈ ഏതാണെന്ന് അറിയാം. അപ്പം നിങ്ങൾ പറയുന്ന പോലെ ആങ്കറിങ്ങോ ആക്ടിങ്ങോ അല്ല, ആളുകൾക്ക് അധികം അറിയാത്തൊരു സ്പേസ് എനിക്ക് ഏറ്റവും കൂടുതൽ ഹൈ. ഞാൻ ചെയ്യുന്ന കുറേ പരസ്യങ്ങളുടെ കോൺസെപ്റ്റ് എഴുതുന്നത് ഞാനാണ്, ഷൂട്ട് ചെയ്യുന്നത് ഞാനാണ്. കാണുന്ന റീൽ, ഇപ്പൊ ഞാനും ഗോവിയും കൂടി ചെയ്യുന്ന റീലുകളിൽ ഒരു 80% ഞാനാണ് കോൺസെപ്റ്റ് എഴുതുന്നു. അത് പ്രൊഡക്ഷൻ ചെയ്യുന്നു എന്റെ കമ്പനി തന്നെയാണ്. അത് ഷൂട്ട് ചെയ്യുന്നു, ക്യാമറമാൻ വെച്ചിട്ട് അതിന്റെ ഡയറക്ട് ചെയ്യുന്നതും അതിന് എങ്ങനെ മ്യൂസിക് വേണം. ഫോർ എക്സാമ്പിൾ കോവിഡിന് മുമ്പ് വരെ ഞാൻ പ്രൊഫഷണൽ ആയിട്ട് ആഡ്സ് ഡയറക്ട് ചെയ്തിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ആഡ്സ്, വലിയ ബ്രാൻഡ്സിന് വേണ്ടി ഞാൻ അഭിനയിച്ചിരുന്നില്ല. വേറെ കമ്പനികൾക്ക് വേണ്ടിയിട്ട് ഞാനും എന്റെ കസിനും കൂടിയിട്ടായിരുന്നു ചെയ്തിരുന്നത്. കോവിഡ് കഴിഞ്ഞതിന് ശേഷം വൈകുണ്ഠപുരമൊക്കെ വന്ന് തെലുങ്ക് പടക്കം വന്നോട് കൂടിയിട്ട് ഞാൻ തിരക്കിലായോട് കൂടിയിട്ട് പിന്നെ ഇത് കമ്പനികളിൽ പോയി പിച്ച് ചെയ്യാനുള്ള സമയം എനിക്ക്. കാരണം ഇത് നല്ല പരിപാടിയാണ്, പണിയാണ്. ഓരോ സ്ഥലത്ത് പോയിട്ട് അവരുടെ അടുത്ത് കോൺസെപ്റ്റ് കൊടുക്കണം, അവരെ കൺവിൻസ് ചെയ്യണം, അവരുടെ കമ്പനിക്ക് അത് ഓക്കെ ഇത് ചെയ്യണം എന്ന് തോന്നണം, ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യണം. ആ സന്തോഷം ഞാൻ എടുക്കുന്ന എങ്ങനെയാ വെച്ചാൽ, എനിക്ക് വരുന്ന പരിപാടികൾ കോൺസെപ്റ്റ് മുതൽ എല്ലാ പരിപാടികളും. ഇപ്പൊ ഈ ഓണത്തിന് മൈജിയുടെ കോൺസെപ്റ്റ്, ലിനൻ ക്ലബിന്റെ കോൺസെപ്റ്റ്, ഈ മൈജിയുടെ ഷൂട്ട്സ് ഒക്കെ വരുന്നത് അത് അവരല്ല കോൺസെപ്റ്റ് തരുന്നത്, ചേട്ടൻ തന്നെയാണ് എഴുതുന്നതും ഫുൾ. ഇത് ചേട്ടനായിട്ട് ഏറ്റെടുത്ത് ചെയ്യുന്നതാണോ, അവര് പറയൂ അങ്ങനെ ചെയ്യണം? അവരാകെ പറയാം GP നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇപ്പൊ ആ ലൈനായി. ഇപ്പൊ ഒരു ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ആണ് ലിനൻ ക്ലബ് എന്ന് പറയുന്നത്, വലിയ നാഷണൽ ബ്രാൻഡാ. അവര് പോലും GP യു ടെൽ മീ, അവര് ബോംബെയിൽ നിന്ന് ശരിക്കും അവർക്ക് ഒരു ഏജൻസി ഉണ്ട്, സംഭവങ്ങളുണ്ട്. പക്ഷെ അവര് പറഞ്ഞു യു നോ ബെറ്റർ വാട്ട് വർക്ക്സ് വിത്ത് യു ആൻഡ് ഗോപിക എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ഹൈ. ചേച്ചി എന്തെങ്കിലും സജഷൻസ് ഒക്കെ പറയോ? അവൾ നന്നായി പെർഫോം ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് അവളുടെ പെർഫോമൻസ്. അവൾക്ക് എനിക്ക് തോന്നുന്നു അവൾ ശ്രമിച്ചു കഴിഞ്ഞാലൊക്കെ പറ്റും. പക്ഷെ അവളൊക്കെ ട്യൂൺഡ് ആണ്, എനിക്ക് അഭിനയേ പറ്റുള്ളൂ തോന്നലാ. അവൾ എന്നെ പണ്ടേ അടുത്ത് പറഞ്ഞിട്ട് ചേട്ടാ എനിക്ക് പരസ്യമൊന്നും പറ്റൂല. ഇപ്പൊ അവൾ അതിൽ പ്രോവാ.
പണ്ടൊക്കെ ഭയങ്കര പേടിയായിരുന്നു. ചെയ്യുന്നതിന് ഇപ്പൊ ഒറ്റയ്ക്ക് പരസ്യം വരുമ്പോ തന്നെ ഞാൻ പലപ്പോഴും പറയുന്നുണ്ട് താൻ ഒറ്റയ്ക്ക് പരസ്യം ചെയ്യും. ഞാനിത് ഓർക്കുന്നുണ്ട് ചേട്ടൻ ഏതോ ഇതിൽ പറഞ്ഞത് ലൈക്ക് ചേച്ചി മാരേജിന് മുമ്പ് ഇത്രയും ഭയങ്കര ഒരു സാറ്റലൈറ്റ് വാല്യൂ ഒക്കെ ഉണ്ടായിട്ടും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പോലെയുള്ള സീരിയലിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തി എല്ലാ വീട്ടമ്മമാർക്കും അറിയാം. അങ്ങനത്തെ ഒരാൾ ഒരു നാഷണൽ ബ്രാൻഡ് മാത്രമാണ് സാന്ത്വനം കഴിയുന്നവരെ ചെയ്തിട്ടുള്ള പരസ്യം. 1 or 2 ഒരു മാഗി ഒരു പാരഷൂട്ട്. ഞാൻ ആ സമയത്ത് 20 ആഡാ ചെയ്തിട്ടുള്ളത്. ആശീർവാദിക്ക് ഞാനും കല്യാണി ചേച്ചിക്ക് ആ സമയത്ത് വരുവായിരുന്നെങ്കിലും ഈ ഒരു ടെൻഷൻ ആയിരുന്നു ആഡ് പറ്റില്ല എന്നുള്ള. വരായ മാത്രല്ല ഇതിന്റെ ഒരു സംഭവം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ വരിക എന്നുള്ളത് മാത്രമല്ല, ചിലപ്പോൾ അവളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവൾ ഏറ്റെടുത്ത് ചെയ്യുമായിരുന്നു. സം തിങ്സ് ഹാസ് ടു ബി ക്രിയേറ്റഡ്. അത് വേറെ പണിയാണ്. കാരണം എനിക്ക് ഈ അഡ്വർടൈസിങ് മേഖല അറിയുന്നതുകൊണ്ട് എനിക്ക് ഇത് എങ്ങനെ വർക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് അറിയാം. ഒരു കാലത്ത് എന്റെ മേജർ റവന്യൂ എന്ന് പറയുന്നത് അഡ്വർടൈസ്മെന്റ്സ് ആയിരുന്നു. അത് ഒരാളും വിചാരിക്കാത്തൊരു സ്പേസ് ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ പോയി പിച്ച് ചെയ്യും, ചേട്ടാ ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, ഈ ഒരു ഐഡിയ, ഈ ഒരു സാധനം എന്താ തോന്നുന്നു, അങ്ങോട്ട് ചെന്നിട്ട് പറയും. നമ്മുടെ ഓണം അതാണല്ലോ നമ്മളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത്. ചേട്ടന്റെ ഒരു നോർമൽ ഓണം ഡേ എങ്ങനെയാണ് ശരിക്കും? റെഗുലർ ലൈഫിൽ രാവിലെ അമ്പലത്തിൽ പോ അങ്ങനെയൊക്കെയാണോ? എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത്? നിർബന്ധമില്ല. ഓണത്തിന്റെ അന്ന് അമ്പലത്തിൽ പോകാത്ത അമ്പലത്തിൽ അത്രയും തിരക്കായിരിക്കും. അപ്പോൾ ഞാൻ മിക്കവാറും തലേ ദിവസങ്ങളിലോ അല്ലെങ്കിൽ അതുമായി അനുബന്ധമായ ദിവസങ്ങളിലോ പട്ടാമ്പിയിലൊക്കെ ആണെങ്കിൽ പിന്നെ വലിയ കുഴപ്പമില്ല. ഉത്രാടം എന്ന് പറയുന്നത് എങ്ങനെയാ വെച്ചാൽ ഞങ്ങൾക്കൊരു ഉത്രാടൻ ഗ്യാങ് ഉണ്ട്. ഞങ്ങൾക്കൊരു വാട്സാപ്പ് ഗ്രൂപ്പ് തന്നെ ഉണ്ട്, ഉത്രാടൻ ഗ്യാങ്. 2023 ഉത്രാടത്തിന്റെ അന്നാണ് ഒഫീഷ്യൽ പെണ്ണ് കാണൽ ചടങ്ങ്. എന്നുവെച്ചാൽ അതിന്റെ മുമ്പേ കുറെ കാലമായിട്ട് ഞങ്ങൾക്ക് അറിയാൻ പരിപാടികളൊക്കെ അറിയാം, പക്ഷെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഈ എൻ്റെ വീട്ടിലുള്ള ഈ യോയോ ഫുൾ ഗ്യാങ്ങിനെയും കൊണ്ട് ഗോപിയുടെ വീട്ടിലേക്ക് ഔപചാരികമായ ഒരു ചടങ്ങ് പോലെ പോകുന്ന ഉത്രാടത്തിന്റെ അന്നാണ്. അപ്പൊ ആ ഉത്രാടം ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി. നെക്സ്റ്റ് ഉത്രാടം പട്ടാമ്പി വീട്ടിൽ ഇതേ 17 ഗ്യാങ് ഒരുമിച്ച് കൂടി അതിന്റെ ഫോട്ടോസും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ഉത്രാടവും ഞങ്ങള് പട്ടാമ്പി വീട്ടിലായിരിക്കും. മിട്ടു മാത്രം അതിൽ മിസ്സാവും. മിട്ടു ഈസ് ഇൻ അമേരിക്ക. ഞങ്ങൾക്ക് തിരുവോണം സ്പെഷ്യൽ എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപുര പാലുകാച്ചൽ തിരുവോണത്തിന്റെ അന്നായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പൊ ഉത്രാടത്തിന് ഞങ്ങൾ അവിടെ പോയി ആഘോഷം. ഓണം ഈസ് വെരി സ്പെഷ്യൽ. കാരണം എഗെയിൻ കഴിഞ്ഞ ഉത്രാടം ഞങ്ങൾ എല്ലാവരും 17 ഗ്യാങ്ങും കൂടി ആഘോഷിച്ച് അന്ന് രാത്രി കൊച്ചിയിൽ വന്ന് ആ ഉത്രാടം ഗ്യാങ്ങിന് മുഴുവൻ വരാൻ പറ്റാതിരുന്നത് തിരുവോണം ആയതുകൊണ്ടാണ്. പിന്നെ ഞങ്ങൾക്ക് എന്ത് പറ്റിച്ചാൽ ചിങ്ങമാസത്തില് ലാസ്റ്റ് ഗുഡ് ഡേ ടു ഡു പാലുകാച്ചൽ തിരുവോണത്തിന് അന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ചിങ്ങം മാറി അടുത്ത മാസവും ഞങ്ങളുടെ ഇന്റീരിയർ അല്ലെങ്കിൽ ഒരു ബേസിക് ഗണപതി ഹോമം പാലുകാച്ചൽ നടത്താനുള്ള ബേസിക് സാധനം ആവാൻ. കാരണം ഇറ്റ് വാസ് വെരി ഷോർട്ട് ടൈം. ഏപ്രിലിൽ എനിക്ക് കീ കിട്ടിയിട്ട് ഏപ്രിൽ മെയ് ജൂലൈയിലോ ഓഗസ്റ്റിലോട്ടോ 1.5 മാസം കൊണ്ടാണ് ഞങ്ങൾക്ക് എല്ലാം ചെയ്ത് സംഭവം ചെയ്തത്. പക്ഷേ ഈ 1.5 മാസം കൊണ്ട് ചെയ്തുകൊണ്ട് ഇന്റീരിയറിൽ കോംപ്രമൈസ് ചെയ്യരുത്. ഞാൻ കണ്ടായിരുന്നു മറ്റേ ഹോം ടൂർ വീഡിയോ, പിന്നെ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗദർ എല്ലാം ഞാൻ കണ്ടായിരുന്നു. കൊള്ളാം. ഇപ്പോഴും ആൾക്കാർ ഇങ്ങനെ കുറച്ച് മാപ്പിന്റെ പരിപാടിയൊക്കെ ഭയങ്കര രസമായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കൊള്ളാം. അതിനകത്ത് ചേച്ചിയുടെ ഡയലോഗും കൊള്ളാം. എവിടെ പോയാലും തിരിച്ചു വരാനാണ്. കൊള്ളാം. ഞാനുണ്ടല്ലോ ഇന്നലെ ചുമ്മാ ഇങ്ങനെ ചേട്ടന്റെ പഴയ വീഡിയോസ് ഇന്റർവ്യൂസ് ഒക്കെ ഓണം ഇന്റർവ്യൂ നേരത്തെ പോയതൊക്കെ ഇങ്ങനെ നോക്കാൻ നേരത്തെ ചേട്ടൻ ഒരു ഓണം ഇന്റർവ്യൂ എടുത്തൊരു വീഡിയോ ഞാൻ കണ്ടു. ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കാവ്യയെ പോയി വിസിറ്റ് ചെയ്യുന്ന ഞങ്ങൾ ഇങ്ങനെ ബൈക്ക് എടുത്ത് കറങ്ങുന്നു. അതൊരു ഓണം ഇന്റർവ്യൂ എന്ന് തന്നെ വിളിക്കാൻ പറ്റില്ല. ബട്ട് അതൊരു D4 ഡാൻസിന്റെ ഓണം ഓഫ് ഷൂട്ട് പ്രോഗ്രാം ആയിരുന്നു. ഞാൻ സത്യം പറഞ്ഞ ഇതുവരെ ഒരാൾ ഇന്റർവ്യൂ സ്പേസ് ഒറ്റയ്ക്ക് ചെയ്തിട്ടില്ല. അതില് കാവ്യ ചേച്ചി പറയുന്നുണ്ട് ചേട്ടനെ എവിടെ വെച്ച് കണ്ടപ്പോഴത്തേക്ക് ജാടയാണെന്നൊക്കെ. ശരിക്കും അങ്ങനെ ആരെങ്കിലും പറയാനോ? അങ്ങനെ എവിടെ വെച്ച് കണ്ടപ്പോഴല്ല. സിംഗർ നിഖിൽ ഉണ്ടല്ലോ, നിഖിലേട്ടൻ എന്റെ കസിനാ. അപ്പോൾ നിഖിലേട്ടൻ്റെ എനിക്ക് തോന്നുന്നു നിഖിലേട്ടൻ്റെ കല്യാണത്തിനാണോ ശ്വേതയുടെ കല്യാണത്തിന് മീൻസ് അനിതയുടെ കല്യാണത്തിനാണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. ചേച്ചിയുടെ കല്യാണത്തിന് ഏതൊരു കല്യാണത്തിന് ഈ കാവ്യൊക്കെ വന്നിരുന്നു. അന്ന് ഞാൻ GP ഒന്നും ആയിട്ടില്ല, ഞാൻ സിനിമയിൽ തന്നെ അഭിനയിച്ചിട്ടില്ല. പക്ഷെ അന്ന് ഞാൻ മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ഓട്ടോ പരിപാടി. അപ്പൊ അത് കുറച്ച് ആൾക്കാർ ചേട്ടാ ആ വീഡിയോ ആണോ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ അതിന് പകരം ഒരു സാധനം കിട്ടിയിട്ട് മോളെ ഹലോ വിഷ്ണു കണ്ടോ ഞാൻ എടുത്തു വെച്ചിരിക്കുക കസിൻസ് ഒക്കെ ഞാൻ എന്റെ ഇന്റർവ്യൂല് ചോദിച്ചായിരുന്നു ഭക്ഷണം കഴിച്ചോ? ആ സാധനം ഉണ്ടല്ലോ, ആ സാധനം ഇനി എല്ലാരും കൂടി ഇട്ട് കാണണം. ഞാനൊരു ആക്ച്വലി ഒരു 1 month പോലും ആയിട്ടില്ല ചേച്ചിയെ ഗോപിച്ചി ഇന്റർവ്യൂ ചെയ്തിട്ട്. അപ്പൊ തന്നെ ചേട്ടനെ വന്നു. അപ്പൊ ഞാൻ ആ ഇന്റർവ്യൂല് ചേച്ചിയോട് ഇതും ചോദിച്ചു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ആൽബത്തിൽ അഭിനയിക്കുകയും ചെയ്തായിരുന്നു. ചെറുത് അതൊക്കെ പറഞ്ഞു. പക്ഷെ അത് അന്ന് ഈ മ്യൂസിക് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് വന്നപ്പോ ഭയങ്കര ആൾക്കാരെല്ലാരും കൂടെ കൂടി ദൂരെ നിന്ന് ഇവരെ എടുത്തിട്ട് പിടിച്ചിരിക്കുകയാണല്ലോ. കാരണം കാവ്യ എന്നുള്ള രീതിയിൽ ഒരാൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ഞാനിങ്ങനെ മാറി നിൽക്കുന്നുണ്ട്.
അപ്പൊ എനിക്കറിയില്ലല്ലോ ഇവരിത് മ്യൂസിക് വീഡിയോ കണ്ടിട്ടുണ്ടാവുന്നുള്ളത്. നമുക്കും ഇവരൊരു ആക്ട്രസ് ആണല്ലോ. പക്ഷെ എനിക്ക് അങ്ങനെ ഇടിച്ചു കയറി പോയി ഹലോ പറയാനുള്ളൊരു ഒന്നും തോന്നിയില്ല. അപ്പൊ ഞാൻ മാറി നിൽക്കായിരുന്നു. അപ്പൊ അവർ ആ തിരക്കൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോകാൻ നേരത്തെ എൻ്റെ അടുത്ത് അപ്പൊ തന്നെ അവർ ചോദിച്ചു എന്തുകൊണ്ട് ജാടയാണോ? അപ്പൊ ഞാൻ ചോദിച്ചു എനിക്കിപ്പോ എന്തിനാ ജാട? അല്ല നിങ്ങൾ ആ മ്യൂസിക് വീഡിയോ ഒക്കെ ചെയ്ത് അപ്പോഴാണ് ഞാൻ ഓർക്കുന്നു ആ പരിപാടി. കാരണം നമ്മൾ അന്ന് ഓടിച്ചാടി നടന്ന് എല്ലാ പരിപാടിയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എനിക്കത് വലിയ കാര്യമൊന്നും ഞാനാണെങ്കിൽ സ്വപ്നത്തിൽ വിചാരിക്കുന്നില്ല ഈ മ്യൂസിക് വീഡിയോ ഇവരെ പോലെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് എന്നെ അറിയില്ലല്ലോ. കാണാന്നുള്ള മാത്രമല്ല അത് ഓർത്ത് ചേട്ടനോട് ഇങ്ങോട്ട് വന്നിട്ട് ആ സംഭവം ചെയ്തിട്ടുള്ള ആളല്ലേ എന്നൊക്കെ ചോദിച്ചപ്പോ അപ്പൊ എനിക്ക് ആ കൊള്ളാലോ ഇത് നാട്ടുകാർ കാണുന്ന പരിപാടിയല്ലേ. അന്ന് എന്താണെന്നറിയോ, അന്ന് എനിക്ക് ഈ മ്യൂസിക് വീഡിയോയും എന്റെ കോളേജിൽ നടക്കുന്ന പ്രോഗ്രാമും എല്ലാം എനിക്ക് ഒരുപോലെയാണ്. നമ്മൾ ഇവിടെ നിൽക്കുക കോളേജിൽ നടക്കുമ്പോൾ ചാടിച്ചാടിയിട്ട് മറ്റേ കർണാടകത്തിൽ യൂത്ത് ഫെസ്റ്റിവലും പരിപാടികളും ആർട്ട് ബീറ്റ് ഒക്കെ ചെയ്യുന്നു. അവിടെ വെക്കേഷൻ വന്നപ്പോൾ ഇങ്ങനെ സ്ഥലം വന്നു, അത് ചെയ്യുന്നു. അത് കഴിഞ്ഞു തിരിച്ചുപോയി വേറെന്തോ പരിപാടി ചെയ്യുന്നു. നമ്മൾ എന്റെ റഡാറിൽ കയറുന്നില്ല ഇത് 4 ആൾക്കാർ കാണുന്നുണ്ട്, ഇത് കണ്ട ആൾക്കാർ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ അന്ന് സുന്ദരിയേവ ഓർമ്മയ്ക്കായി ഇനി ഒരു പ്രണയഗീതം ആ പരിപാടി ആ സാധനങ്ങൾ സുന്ദരിയേവൊക്കെ ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വീഡിയോ വന്നിരിക്കുന്നത്. അപ്പൊ ഈ പാട്ടിനേക്കാൾ ഇതിന്റെ വിഷ്വൽ ഹിറ്റ് ആയിരുന്നു. ഇപ്പൊ വിനീത് ശ്രീനിവാസന്റെ ഫസ്റ്റ് മ്യൂസിക് ആൽബം സോങ് എന്തോ വരുന്നത്. അപ്പൊ അങ്ങനെ കുറെ പരിപാടികൾ അതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു വന്നത് ഓണം ഡേ നമ്മളെ ഒരു ദിവസം എങ്ങനെയാണ് ഓണം ഡേ. അപ്പൊ ഓണം ഡേ അപ്പൊ രാവിലെ എഴുന്നേൽക്കുന്നു. രാവിലെ എഴുന്നേറ്റിട്ട് അപ്പോഴേക്കും ഇവരൊക്കെ എല്ലാവരും എത്തുന്നു. ഇവര് ഉത്രാടം ഗ്യാങ് എല്ലാവരും കൂടെ, ഉത്രാടത്തിന്റെ അന്നത്തെ കാര്യം ഞാൻ പറയുന്നു, ഉത്രാടം എല്ലാവരും കൂടെ എല്ലാവരും എത്തുന്നു. പിന്നെ പൂക്കളിടുന്നു. ഫോട്ടോഗ്രാഫർ ഉണ്ടെങ്കിൽ ഫോട്ടോവിന് വേണ്ടി പൂക്കളിടുന്നു. പിന്നെ അത് അപ്പോഴേക്കും കാൻഡിഡ് സാധനങ്ങൾ. ഫോട്ടോഗ്രാഫർ ഇല്ലെങ്കിൽ വെറുതെ ഞങ്ങൾ പൂക്കളിടുന്നു. അമ്മ സ്ഥിരം അടുക്കളയിൽ ഭയങ്കരമായിട്ട് ഓടി നടക്കുന്നു. അപ്പൊ മേമയും ബാക്കി ആൾക്കാരൊക്കെ കൂടിയിട്ട് അവിടെ പോയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നു. ഉച്ചയാകുമ്പോഴേക്കും ഫുഡ് റെഡി ആവുന്നു. നമ്മൾ പ്രാർത്ഥിക്കുന്നു, ഫുഡ് കഴിക്കുന്നു. പിന്നെ വൈകുന്നേരം വരെ ഒരു ഫുഡ് കഴിച്ചിട്ട് 2 മണി മുതൽ ഒരു 5 മണി വരെ ചിരിച്ചോണ്ടിരിക്കുന്നു. എന്തൊക്കെയോ പറയുന്നത്. 10-17 പേരാണല്ലോ. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളി. അതിലധികം സ്ഥിരം വേട്ടമൃഗം ഞാനായിരിക്കും. പക്ഷെ ചേട്ടൻ തിരിച്ചു ചെയ്യാനാണല്ലോ സാധ്യത കൂടുതൽ. അത് എന്താന്ന് വെച്ചാൽ അങ്ങനെയല്ല, ഇത് നമ്മൾ റിസീവിംഗ് കൂടി ചെയ്യുന്ന ഒരാൾക്കേ മറ്റൊരാൾ ട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായി? ഇത് എനിക്ക് കൊണ്ടും കൊടുത്തും ശീലമുള്ള വ്യക്തിയാണ്. കാരണം എന്റെ കോളേജ് ഗ്യാങ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരാളെ ട്രോൾ ചെയ്യാൻ, അവർക്ക് വേദനിക്കാത്ത രീതിയിലെങ്കിലും ട്രോൾ ചെയ്യാൻ തോന്നുക നമുക്കിത് കിട്ടി ശീലമുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഫീൽ കിട്ടും. ഓക്കെ ഇതുവരെ പോയാൽ മതി, ഇത് കൂടുതൽ. പിന്നെ എന്താ വെച്ചാൽ നമ്മൾ ഒരാൾക്കാരായിട്ടുള്ള ബന്ധവും നമ്മൾ അവരായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒക്കെ അവർ കംഫർട്ടബിൾ ആണോ അല്ലേ എന്നൊക്കെ നമുക്കൊരു ഫീൽ കിട്ടും കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പൊ വീട്ടിൽ പിന്നെ ഞാൻ കംഫർട്ടബിൾ ആണെന്ന് ആരും നോക്കേണ്ട ആവശ്യമില്ലല്ലോ. ഐ ലൈക്ക് ദാറ്റ് അറ്റൻഷൻ. ട്രോളപ്പെടുന്നെങ്കിലും എനിക്കത് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഡിഫോ ഡാൻസിലും ആൾക്കാർ നമ്മുടെ അനുവാദം ഇല്ലാതെ നമ്മളെ ഒരാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ പേളി ചേച്ചിയെ പോലെ ട്രോള് കിട്ടിയ ഒരാൾ കാണത്തില്ല. അല്ല, അവിടെ ആരും മോശം ഉണ്ടായിരുന്നില്ല. എന്നെയും എല്ലാരും കോർണർ ചെയ്യാറുണ്ട്, പേളിനെയും കോർണർ ചെയ്യാറുണ്ട്. ആരാണ് ഏറ്റവും ഏറ്റുവാങ്ങുന്നത് എന്നുള്ള എന്റെ മത്സരമായിരുന്നു. ഓക്കെ. അല്ല ചേട്ടനെ പേളി ചേച്ചി മറ്റേ എനിക്കൊന്ന് ബ്രിട്ടാസ് സാറിന്റെ ഒരു ഷോയിൽ പോയ സമയത്ത് ചേട്ടൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടില്ലേ ചേച്ചി എടുത്ത്, ഇങ്ങനെ കറക്റ്റ് മീറ്ററിൽ ചേച്ചിക്ക് എപ്പോൾ ഇമോഷൻ വരും, എപ്പോൾ വിഷമം വരും എന്നല്ല കറക്റ്റ് ചേട്ടന് മനസ്സിലാവും എന്നുള്ളത്. അത് തിരിച്ചും ചേട്ടന്റെ അങ്ങനെയായിരുന്നു ചേച്ചിക്ക്? അല്ല, അവൾക്കൊരു തേങ്ങ മനസ്സിലാവില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ആണോ? ശരിക്കും ഒന്നും മനസ്സിലാവില്ല അത് അങ്ങോട്ട് മനസ്സിലാവുകയും ചെയ്തു. ഭയങ്കര പ്രശ്നമാണ്. അവളെ നന്നായി മനസ്സിലാവുകയും ചെയ്തു. അങ്ങോട്ട് തിരിച്ചൊന്നും മനസ്സിലായില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഇത് എനിക്ക് ഇവിടെ എന്താ ചിന്തിക്കുന്നത് കൃത്യമായിട്ട് കിട്ടും, കറക്റ്റായിട്ട് മനസ്സിലാവും അല്ലേ? അതുകൊണ്ട് തന്നെ അവൾ ഒഫൻഡഡ് ആവും പലപ്പോഴും. നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലേ അപ്പുറത്തുള്ള ആള്, പക്ഷെ നമ്മളെ അത് മനസ്സിലാക്കണമെന്നില്ല. അതുകൊണ്ട് എന്താ വെച്ചാൽ അവളെപ്പോഴും നീ എന്താടാ ഇങ്ങനെ ആ സാധനം എന്നെ മനസ്സിലാക്കിയ ആളുകൾ ഇപ്പൊ ഗോപികയാണ്. ബിക്കോസ് ഇത്രയും ടൈം എന്റെ കൂടെ സ്പെൻഡ് ചെയ്ത വേറൊരാളില്ല, ഇത്രയും ഡേ ആൻഡ് നൈറ്റ് സ്പെൻഡ് ചെയ്ത്. അല്ലെങ്കിൽ അതിന് മുമ്പ് എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു, അരവിന്ദ് വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടായിരുന്നു പ്രൊഡക്ഷൻ കമ്പനിയും. ഒരു 10 കൊല്ലത്തോളം ഞങ്ങൾ 2010 മുതൽ 2000 കോവിഡ് ലോക്ക്ഡൗൺ വരെ ഞങ്ങൾ ഞങ്ങളുടെ ബിസിനസ് പരിപാടികൾ, പ്രൊഡക്ഷൻ ഹൗസ്, പരസ്യ ഷൂട്ടിംഗ് പരിപാടികൾ എന്ന് പറഞ്ഞിട്ട് ഊണിലും ഉറക്കത്തിലും ഒരുമിച്ച്. അപ്പൊ അദ്ദേഹമാണ് എന്നെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ വേറെ ഫ്രണ്ട്സിൽ പുഞ്ചിരി എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്, മേബലാൻ. അവൾക്ക് എന്നെ നന്നായിട്ട്, മിയ അത്യാവശ്യം അങ്ങനെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ കുറെ പേരുണ്ട്. പക്ഷെ ജനറലി ഏറ്റവും കൂടുതൽ അതിന്റെ ഇത് കൂടുതൽ അരവിന്ദേട്ടനായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാരേക്കാൾ കൂടുതൽ ഗോപികയാണ്. ചേച്ചി വന്നതിന് ശേഷം ഓണത്തിന് എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ ലൈഫിൽ? ചേച്ചി വന്നതിന് ശേഷം ഇപ്പൊ ആദ്യത്തെ ഓണം ഞാൻ പറഞ്ഞില്ല, ഉത്രാടം അവിടെ വീട്ടിലായിരുന്നു. തിരുവോണം ഞങ്ങള് ഗോപുരയിലായിരുന്നു. ഇത്തവണ ഹൗസ് വാമിംഗ് വൈബിൽ പോയി. ഇത്തവണത്തെ ഉത്രാടം കഴിഞ്ഞ് തിരുവോണത്തിന് ഗോപുരയിലേക്ക് തിരിച്ചെത്തണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആയിരിക്കും. കാരണം എന്താ വെച്ചാൽ അന്ന് ഉച്ചയ്ക്ക് നേരെ ദുബായ് പോവാ. സൈമ വഡ്സ്
ഓ ഓക്കെ. അപ്പൊ അതെല്ലാം കൂടി ആകുമ്പോ പക്ഷേ സദ്യ കഴിക്കുന്ന വേഗം പോകുന്നു. അപ്പൊ എവിടെയാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു പോകുന്നു. ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഫ്ലൈറ്റ്. അപ്പൊ രാവിലെ 11 മണിക്ക് പരിപാടി സെറ്റ് ചെയ്താൽ ഓണത്തിന് സദ്യ കഴിക്കാൻ പറ്റില്ലെങ്കിൽ മിസ് ചെയ്യുവോ? ഇല്ല, നമ്മള് ഗോപുരയിൽ രാവിലെ ഉണ്ടല്ലോ അങ്ങനെ എന്തെങ്കിലും. പക്ഷെ ഞാൻ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോപുരയിൽ രാവിലെ തിരുവോണത്തിനെന്ന് ഗോപുരയിൽ ഉണ്ടല്ലോ ഞങ്ങൾ രണ്ടുപേരും മാത്രമാണെങ്കിലും എന്നുള്ള എൻ്റെ ഒരു അങ്ങനെ ഞാൻ സമാധാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ തലേ ദിവസം ഉത്രാടത്തിന് എല്ലാവരും വിളിക്കുന്നുണ്ടല്ലോ. ഇതൊക്കെ നടക്കുന്നു വിചാരിക്കുന്നു. ഇതൊക്കെ വരാൻ പോകുന്ന പരിപാടിയാണ്. എങ്ങനെ ചേച്ചി കുക്ക് ചെയ്യുന്നതിൽ ചേട്ടന് ഇഷ്ടമുള്ള ഫുഡ് എന്താ? ചേച്ചി കുക്ക് ചെയ്യുന്നതിൽ ബട്ടർ ഗാർലിക് മഷ്റൂം വലിയ സംഭവമാണല്ലോ. അതൊരു മാസ്റ്റർ പീസ് പരിപാടിയാണ്. നല്ല രസമുള്ള സാധനമാണ്. ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരുടെ കൈയടി വാങ്ങും. നമ്മൾ ചില ആൾക്കാരില്ലേ, ഞാൻ എൻ്റെ ഒരു പരിപാടി ഉണ്ട്, എല്ലാവരും പാട്ട് പാടാൻ പറഞ്ഞ 2-3 പാട്ടുണ്ട്. ഷുഗർ ഷോട്ട് സാധനം എപ്പൊ പറഞ്ഞാലും അതെന്നെ പാടും. അതേപോലെയാണ് നമ്മുടെ ബട്ടർ ഗാർലിക് മഷ്റൂം. ഇത് അവൾക്ക് അറിയുന്നത് വർക്കാവുന്നു. അന്ന് അർജുൻ, അശോകൻ, ബാലു എല്ലാവരും കൂടെ വീട്ടിൽ വന്നിരുന്നു. അന്നും ഈ സാധനം ഇട്ടൊരു ഷോഫ് ഉണ്ടായിരുന്നു. കാരണം ഇത് വർക്കാവും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ പേളി കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് ബട്ടർ ഗാർലിക് മഷ്റൂമിന്റെ റെസിപ്പി ഒന്ന് തരും. അപ്പൊ ഞാൻ പറഞ്ഞു ദൈവമേ ഈ കഴിഞ്ഞ്. പക്ഷെ ഇല്ല, ഞാൻ ഒന്നാമത് ഞാനൊരു ഫുഡിയല്ല. എനിക്ക് ഒരു നിർബന്ധങ്ങളും ഇല്ല. എനിക്കിത് ഓർഡർ ചെയ്താലും കുഴപ്പമില്ല, ഉണ്ടാക്കിയാലും കുഴപ്പമില്ല. അവളുടെ കംപ്ലൈന്റ് എന്താ വെച്ചാൽ ഞാൻ ഇന്ന ഫുഡ് വേണമെന്ന് പറയുന്നില്ല. നമുക്ക് ഫുഡൊന്നും നമുക്ക് അങ്ങനെ ഒരു നമ്മുടെ ക്രൈറ്റീരിയയിൽ പെടുന്ന ഒരു സാധനമല്ല. ഞാനിത് കുക്ക് ചെയ്യൂല, എനിക്കിത് കുക്ക് ചെയ്ത് തരണം എന്നുള്ളത്. ഒന്നും കുക്ക് ചെയ്യാറില്ല ബേസിക്കലി. ഞാൻ കഥകൾ കുക്ക് കുക്കിംഗ് സ്റ്റോറീസ് എന്നാ പറയാ. ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ട്. കുക്കിംഗ് സ്റ്റോറീസ് എന്നാണ് എന്റെ ആ ഒരു സ്റ്റൈലുണ്ട്. അതന്നെ അതിനെ നേരം കിട്ടാറുള്ളൂ. പക്ഷെ എനിക്ക് ഒരു നിർബന്ധമില്ല ഇന്ന സാധനം ഉണ്ടാക്കി തരണം. എനിക്ക് 365 ദിവസവും എനിക്ക് ഇഷ്ടമുള്ള, അപ്പൊ എനിക്ക് ചില സാധനങ്ങളിലൂടെ ഇഷ്ടം വരും. ഇപ്പൊ ചെറുപയർ ദോശ, ചെറുപയർ എനിക്ക് ഇഷ്ടമുള്ള കോമ്പിനേഷനാണ്. എല്ലാ ദിവസവും ദോശ ചെറുപയർ രാവിലെ ഉണ്ടാക്കി തന്നെ ഈ ഒരു കംപ്ലൈന്റും ഇല്ല. എന്നും കഴിയും. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും ഇതൊക്കെ എങ്ങനെയാ നടക്കുന്നത്, ഇതെങ്ങനെയാ സാധിക്കുക. എനിക്ക് എൻ്റെ ഹോസ്റ്റലില് എല്ലാ ദിവസവും ഒരേ ഡിന്നറായിരുന്നു. ചപ്പാത്തി ചിക്കൻ. ഞാൻ പിള്ളേരൊക്കെ ഇടയ്ക്കിടയ്ക്ക് പുറത്തു പോയി കഴിക്കും. എനിക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് എനിക്ക് ഇഷ്ടമാണ്. ഇത് എനിക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ചില സാധനങ്ങൾ ഇഷ്ടമല്ല. എന്തോ ഒരു പരിപാടി പറയില്ല, പുളി ഉള്ള കൂട്ടാനോ പുളി ഇല്ലാത്ത കൂട്ടാനോ, അതിൽ ഏതൊരു കൂട്ടാൻ എനിക്ക് ഇഷ്ടമല്ല. എനിക്കറിഞ്ഞു പറയാറില്ല. അങ്ങനെ എന്തോ പറയും അമ്മ പറഞ്ഞു കൊടുക്കുന്ന കേൾക്കാറുണ്ട്. പുളി ഉള്ളത് അല്ല, അവൻ പുളി ഉള്ളത് കഴിക്കില്ല, പുളി ഇല്ലാത്ത എന്തോ ഒരു സാധനം കഴിക്കില്ല. ഈ സാധനം കഴിക്കില്ല. ഈ മോരൊഴിച്ച് കൂട്ടാൻ പുളി ഉള്ളതാണോ പുളി ഇല്ലാത്തതാണോ ആ സാധനം കഴിക്കില്ല. അങ്ങനത്തെ പരിപാടികളേ ഇല്ല. എനിക്കത് താല്പര്യമില്ല. എനിക്ക് ഈ മുരിങ്ങയുടെ ഇല കൂട്ടാനൊക്കെ പാവയ്ക്ക് ഇഷ്ടമല്ല. മുരിങ്ങയുടെ ഇല എനിക്ക് 365 ഡേയ്സ് വന്നു കഴിഞ്ഞാൽ അത് മതി. പക്ഷെ നിങ്ങളത് മാറ്റി പാറ്റേൺ മാറ്റിയിട്ട് ഒരു വെറൈറ്റി അതിന്റെ ഒന്നും ആവശ്യമില്ല. ഈ സാധനം അപ്പൊ ഞാൻ ഐ എം വെരി ഈസി ടു ഹാൻഡിൽ ഇൻ ദാറ്റ് വേ. അപ്പോൾ വെരി ഈസി ടു ഹാൻഡിൽ ഇൻ ദാറ്റ് വേ. പായസത്തിൽ അണ്ടിപ്പരിപ്പിടുന്നതാണോ ഇഷ്ടം, ചുമ്മാ കഴിക്കുന്നതാണോ ഇഷ്ടം? ഓ അങ്ങനെ ഏതാ ഇഷ്ടം? ഇട്ടാലോ കഴിക്കണോ? എനിക്കിങ്ങനെ ചുമ്മാ കഴിച്ചുകൊണ്ട് പായസത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു അണ്ടിപ്പരിപ്പിടുന്ന ഇഷ്ടം. അണ്ടിപ്പരിപ്പ് മുന്തിരിയുടെ ആളാ. അമ്മ ചിലപ്പോ ഈ ഗീ റൈസ് അല്ലെങ്കിൽ പായസം ഏതാ ഇഷ്ടം ശരിക്കും? ഈ വെള്ള കളറുള്ള സാധനം ഇതന്നെ ഇഷ്ടം. എനിക്ക് മേലെ കറക്റ്റായിട്ട് എന്തെങ്കിലും ഞാൻ ഒപ്പിച്ചു. അപ്പൊ ഈ സാധനങ്ങള് ഈ സാധനം കഴിക്കുമ്പോൾ ഞാൻ എന്ത് അറിയാം, ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ റൈസിന്റെ മേലെ കുറെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇടില്ലേ, അത് മാത്രം പറക്കി കറിക്കരുത് എന്നൊരു നിയമം വീട്ടിലുണ്ട്. അപ്പൊ ഞാനത് ചെയ്യില്ല. ഞാൻ നല്ല കുട്ടിയായിട്ട് കുറച്ച് ഗീ റൈസും സാധനങ്ങളും മാത്രം എടുക്കും. അതിന്റെ മേലെ നിന്ന് എത്രയാണോ അണ്ടിപ്പരിപ്പ് വരുന്നത് അതെടുക്കും. എന്നിട്ട് ഇതുപോലെ 2 ബൗളിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഞാൻ സെപ്പറേറ്റ് വേറെ എടുക്കും. എന്നിട്ട് അത് ഞാൻ ഇതിലേക്ക് ഇടും. ഇത് പറഞ്ഞതിനെ കുറച്ച് അധികം ഞാൻ എടുത്തേനെ. എനിക്ക് എന്നിട്ട് ഞാനതിങ്ങനെ കഴിക്കും. ഇപ്പൊ ഗോപിയുടെ സ്ഥിരം പരിപാടി എന്താ അറിയോ, അവൾക്ക് ഈ മുന്തിരി അധികം ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. അപ്പൊ അവള് ഈ ഗീ റൈസും ഇതൊക്കെ കഴിക്കുമ്പോൾ അതിനോട് മുന്തിരി കിട്ടുമ്പോൾ പറക്കിയിട്ട് എല്ലായിടത്തും ഇങ്ങനെ മാറ്റി കൊണ്ടുവെക്കോ. ഗോപിക ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഓരോ പരീക്ഷണങ്ങളുണ്ട് വീട്ടില്, പല കുക്കിംഗ് പരീക്ഷണങ്ങളുണ്ട്. എല്ലാം രസമുണ്ട്. നോൺ വെജ് ആണോ? നോൺ വെജ് ഒന്നും ഉണ്ടാക്കൂല. ചേച്ചി വെജിറ്റേറിയൻ ആണല്ലോ അല്ലേ? വീട്ടിൽ നോൺ വെജ് കുക്ക് ചെയ്യില്ല, ഓർഡർ ചെയ്യുള്ളൂ. നോൺ വെജ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, എനിക്കതൊരു പ്രശ്നമില്ല. എനിക്കിതൊന്നും ഒരു പ്രശ്നമില്ല. ഞാൻ അവളുടെ കൂടെ പോകുമ്പോൾ ഞാൻ വെജ് മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നുള്ളത് ഇവൾ ആരോടോ പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത്. ഓ ശരിയാണല്ലോ, അതാ പറഞ്ഞത്. ഇതൊക്കെ പ്രശ്നം ഉണ്ടെങ്കിൽ പ്രശ്നമാണ്. ചേട്ടൻ അപ്പം ഫസ്റ്റ് ചേച്ചി വെജിറ്റേറിയൻ ആണെന്ന് നിങ്ങൾ ഈ പെണ്ണ് കണ്ട് ആ സംസാര സമയത്ത് പറഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോഴും ഞാൻ എൻ്റെ ലൈഫിൽ 7 കൊല്ലം പക്ക വെജായിരുന്നു. അത് ഇവളുടെ വെജ് പോലെ ഒന്നുമില്ല. അവളുടെ വെജിൽ അവൾ മുട്ട കഴിക്കും, അവള് കേക്ക് കഴിക്കും. ഞാൻ വെജായിരുന്നപ്പോ കണ്ടല്ലോ, ഞാൻ ഒന്നെങ്കിൽ കളറിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാനം നെഞ്ചത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട കഴിക്കില്ല, കേക്ക് കഴിക്കില്ല. അങ്ങനത്തെ വെജായിരുന്നു ഞാൻ 7 കൊല്ലം.
ഓക്കെ. അപ്പോൾ അത് ആരോ പറഞ്ഞു പ്രോട്ടീൻ കയറുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പ്രോട്ടീൻ കഴിക്കണം എന്ന് പറഞ്ഞിട്ട് അവൾ അമ്മയൊന്നും കഴിക്കില്ല. പക്ഷേ പ്രോട്ടീൻ വേറെ വെജിറ്റേറിയൻ ആണോ? നാലുപേരും വെച്ചിട്ട് വെജിറ്റേറിയൻസ് അല്ലേ? അതുകൊണ്ട് ഗോപുരയിൽ ഞങ്ങൾ നോൺ വെജ് കുക്ക് ചെയ്യില്ല. ഗോപുരയിൽ ഓർഡർ ചെയ്യും. നോൺ വെജ് വേണമെങ്കിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ. ഇത് ഏകദേശം കഴിയാറായി എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചേട്ടൻ കണ്ടിട്ട് അങ്ങനെയൊക്കെ തോന്നില്ലേ? ഒരു ഭംഗിയൊക്കെ വന്നില്ലേ? ഭംഗി ആദ്യം പോലെ എനിക്ക് തോന്നിയായിരുന്നു. എനിക്ക് ഭയങ്കര രസം തോന്നി. ഞാൻ ആ നെയ്യിട്ടപ്പോൾ തന്നെ ഒരു ഭംഗി ഉണ്ടായിരുന്നു. അല്ല, അവിടെ ഞാൻ ചോദിക്കാൻ നിന്ന്. ഇത് ഏകദേശം ഒരു സെറ്റപ്പായി തോന്നുന്നു. ഇത് ഓഫ് ആക്കാൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്ക് ഇവിടെ പിടിച്ച് നമുക്ക് ഓക്കെ. അപ്പൊ ഇത് തിളച്ചു പോകുന്ന പരിപാടിയൊന്നുമില്ല. ഇത് പാല് പായസല്ലേ? കഴിച്ചു നോക്കിയില്ല ഞാൻ. ചേട്ടാ അത് നമുക്ക് നോക്കാം അല്ലേ? വിശ്വാസം. കർത്താവേ ചേട്ടാ പ്രാർത്ഥിക്ക്. ചേട്ടാ അങ്ങനെയല്ല ഉദ്ദേശിച്ച. കൈ കൊള്ളൂ. ഇതിപ്പോ എന്തിനാ കൈ പൊള്ളാതിരിക്കാനോ പ്രാർത്ഥിക്കേണ്ടത്, നന്നാവാനോ പ്രാർത്ഥിക്കേണ്ടത്? ഏതെങ്കിലും ഒരെണ്ണം എല്ലാം കൂടെ കൊടുക്കാൻ പാടില്ല. ചേട്ടൻ ഈ ഓണത്തിന് അത്തപ്പൂ കുറെ ഇട്ടു. പായസം കുടിച്ചോ? പായസം കുടിച്ചില്ല. ആദ്യത്തെ പായസം. ഓക്കെ. ചേട്ടാ കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും കൊള്ളാം. ഇത് ഞാൻ ഉണ്ടാക്കിയ പായസല്ലേ? എന്നാലും പറയണം എങ്ങനെയുണ്ട്. ഞാനിപ്പോ കൊള്ളാന്ന് പറയും. കണ്ടോണം. ചൂടായിരിക്കൂലേ? എടാ ഇതിൽ പഞ്ചസാര ഇട്ടോ നമ്മള്? അതിനകത്തുണ്ട്. ഓർമ്മ വരുന്നു. അയ്യോ ടെൻഷൻ. ഒപ്പം കഴിക്കാം. അയ്യോ ദേവ വേറെ സ്പൂൺ തരാം. പോരെ കൊടുത്തില്ലേ? ചേട്ടാ അല്ല കഴിക്ക്. എനിക്കൊന്നും മനസ്സിലായില്ല. പണി പാളി. കൊള്ളാം കൊള്ളാം ചേട്ടാ കൊള്ളാം. എനിക്കൊന്നും കിട്ടിയില്ല. കൊള്ളാം കൊള്ളാം. ഇപ്പോഴാണ് വായിച്ചത്. ഇത് മറ്റേ പാലടി ഒന്നും വന്നിരുന്നില്ല. മറ്റേത് എനിക്കിങ്ങനെ ഭയങ്കര സ്വീറ്റ് ആയിട്ടുള്ള ഒരു വെള്ളം ഷുഗർ വാട്ടർ. സ്ക്രീനിലേക്ക് വരാൻ താല്പര്യമുള്ള വരൂ. ടെൻഷനായി. ഇതെങ്ങനെ കുടിക്കുക? ഇങ്ങനെ കുടിക്കോ? ഞാൻ നിനക്ക് ബൗൾ തരാം. ടേസ്റ്റ് ചെയ്തിട്ട് സത്യസന്ധമായ അഭിപ്രായം പറയാം. ചൂടൊക്കെ ആരുണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞു? ഞാൻ കേട്ടോ. ഞാനെന്ന് മാത്രം. ഞാൻ അങ്ങനെ അനാവശ്യ ക്രെഡിറ്റ് ഒന്നും എടുക്കാറില്ല. ഓക്കെ കൊള്ളാം. എനിക്ക് ഇഷ്ടപ്പെട്ട്. ഹായ്. ആ നെയ്യിട്ടേന്റെയാണത് ചേട്ടൻ. അത് മാത്രമേ ഇട്ടുള്ളൂ. അതുകൊണ്ടല്ല നെയ്യിന്റെ ഒരു ടേസ്റ്റ് കേട്ടില്ലേ? നെയ്യ് കൂടിയ പായസം അങ്ങനൊന്നും ഞാൻ കേട്ടിട്ടില്ല. പിന്നെ ചുമ്മാ പിന്നെ ഓണായിട്ട് അത് കേട്ടിട്ടില്ല. ഓണായിട്ട് ഒരു ട്രഡീഷണൽ ഡ്രസ് ഇല്ല. നല്ല സാധനങ്ങൾ കേൾക്കുന്നില്ല. പായസം ഉണ്ടാക്കിയാൽ തന്നെ അതിലൊരു കോൺഫിഡൻസ്. എത്ര വട്ടം കേൾക്കണം ഈശ്വര. ചേട്ടൻ അപ്പം വീട്ടിൽ ചെന്നിട്ട് ഭയങ്കര ഷോ കാണിക്കണം. ഞാൻ പാലട ഒക്കെ ഉണ്ടാക്കിയത് കേട്ടാ. എന്നിട്ട് ചേട്ടൻ ഓണത്തിന് ഉണ്ടാക്കിക്കോട്ടെ. എനിക്ക് ഇഷ്ടം. ഇതിനെ കുറിച്ച് ഞാൻ മിണ്ടുപോലില്ല. അങ്ങനല്ല, ഞാനത് ചേച്ചിക്ക് അയച്ചു കൊടുക്കാം. പേഴ്സണലി അയച്ചു കൊടുത്തിട്ട് ഞാൻ പറയാം ചേച്ചി എടുത്ത്. ചേട്ടൻ പായസം ഉണ്ടാക്കി അടിപൊളിയായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് പായസം കഴിഞ്ഞ സ്ഥിതിക്ക് നമ്മൾ ഇനി എന്തിനാണ് പോകുന്നത്? പറ. സദ്യ കഴിക്കണ്ടേ? അപ്പൊ നമുക്ക് സദ്യ കഴിക്കാം. സദ്യയുടെ കൂട്ടത്തിൽ ചേട്ടൻ ഉണ്ടാക്കിയ ഞങ്ങൾ ഉണ്ടാക്കിയ പായസവും കഴിക്കാം. ഓക്കെ. അപ്പൊ നമുക്ക് നേരെ ഷിഫ്റ്റ്.